റേഡിയോ മലയാളം കഥോത്സവം. റേഡിയോ മലയാളം കഥോത്സവത്തിൽ പ്രിൻസ് അയ്മനം അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം. കഥ പൊതിച്ചോറ് നേർച്ച. പരസ്പരം സമ്മതിക്കുന്ന നുണകളുടെ കൂട്ടമാണ് ചരിത്രമെന്ന് നെപ്പോളിയൻ ബോണോപ്പാർട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടിട്ടുണ്ടോ? ദുഃഖവെള്ളിയാഴ്ചയിലെ നഗരി കാണിക്കലിൽ മുഴക്കുന്ന മരമണിയുടെ കരകര ശബ്ദത്തെ ഓർമ്മപ്പെടുത്തുന്ന തൻ്റെ ഒച്ച ഒന്നുകൂടി കനപ്പിച്ച് കുന്നുംപറമ്പിലച്ഛൻ പറഞ്ഞു തുടങ്ങി. സത്യത്തിൽ നമ്മൾ എന്നാത്തിനാണ് ഇടവക ചരിത്രം എഴുതാൻ തീരുമാനിച്ചേ? ശ്രേഷ്ഠവും അഭിമാനകരവുമായൊരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നു എന്നൊരു ആത്മവിശ്വാസം ഇടവക ജനത്തിനുണ്ടാക്കുക, ആ പാരമ്പര്യത്തിൻ്റെ ഓർമ്മയിലൂടെ ഭൗതികവും ആത്മീയവുമായ വളർച്ചയിലേക്ക് നമ്മുടെ ഇടവകയെ നയിക്കുക. അതിനാ നിങ്ങൾ 5 പേരുടെ ഒരു കമ്മിറ്റിയെ വെച്ചതും ജിൻസിനെ അതിൻ്റെ കൺവീനറാക്കിയതും. തൻ്റെ വാക്കുകളോടുള്ള സമ്മതം അവരുടെ മുഖത്തെഴുതിയ മൗനത്തിൽ നിന്ന് വായിക്കാൻ അച്ഛൻ ഒരു നിമിഷം തലയുയർത്തി നോക്കി. ജിൻസി ഒഴികെ എല്ലാവരുടെയും നോട്ടത്തിൽ തൻ്റെ വാദഗതികൾ കോസാന പാടുന്ന ഒലിവില കമ്പുകളുടെ വീശൽ അച്ഛൻ കണ്ടു. അന്തിക്കോൾ കൊണ്ട മാനത്തെ മേഘക്കീറ് പോലെ അവളുടെ മുഖത്ത് പടർന്ന ഇരുളിമയുടെ കാര്യവും അച്ഛന് തിരിഞ്ഞു. അല്ല, ജിൻസി തന്നെ ഒന്ന് പറ, ഇതിപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന സ്ഥിതിയിലായില്ലേ കാര്യങ്ങൾ? ജിൻസിയുടെ പ്രതികരണം അറിയാൻ അച്ഛൻ ഒരിക്കൽ കൂടി അവളുടെ മുഖത്തേക്ക് നോക്കിയെങ്കിലും അവൾ മൂടിക്കെട്ടിയ മുഖത്തോടെ മിണ്ടാതെ തന്നെ ഇരുന്നു. കറുപ്പും ബലേനും കൂട്ടരും കട്ടകുത്തിപ്പൊക്കിയ ചെറയിലാണ് ചെങ്കറത്തറപ്പള്ളിയുടെ ഇരിപ്പെന്ന ചരിത്രം നമുക്ക് എന്നെ അഭിമാനം തരാനാ? അച്ഛൻ്റെ വായിന്ന് അതുകൂടി കേട്ടപ്പോൾ കുത്തിയിറക്കിയ ഉടനെ വെള്ളം വലിയാത്ത കുശക്കടിയിൽ ചവിട്ടുമ്പോഴേ താഴ്ന്നു പോകുന്നതായി തോന്നി ജിൻസിക്ക്. ഒരു ഗുണവുമില്ലാത്ത ഭൂതകാലത്തെ ഓർത്തെടുത്തിട്ട് എന്നാ കാര്യമാണ്? ചരിത്രത്തിൽ PGയും B.Edും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ജിൻസിനെ തന്നെ ഇക്കാര്യം ഏൽപ്പിച്ചത്. എന്നിട്ടിപ്പോൾ ഓർമ്മ കെട്ടു തുടങ്ങിയ കാരണവന്മാർ വിളിച്ച് പറഞ്ഞ് വെളിവുകേടെല്ലാം ചരിത്രം എന്ന പേരിൽ എഴുതിക്കൊണ്ട് വന്ന ആരെയും വിശ്വസിക്കുമോ? അച്ഛൻ്റെ വാക്കിലെ ചമ്മട്ടികൾ ആഞ്ഞു പതിക്കും പോലെ അവളെ അസഹ്യപ്പെടുത്തി. മണ്ണടലുകൾക്കിടയിൽ നിന്നും കുതിച്ചു വരുന്ന ഒരു കിരികിരിപ്പ് കാൽപാദങ്ങളിൽ വന്ന് കൊത്തിയിട്ടെന്ന പോലെ ജിൻസി ചാടി എണീറ്റു. അച്ഛനീ പറഞ്ഞ കറുപ്പമ്പലനുണ്ടല്ലോ, 5 തലമുറ പുറകിലുള്ള എൻ്റെ വല്യപ്പനാ. ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന ചെങ്കളത്തറ പാടം വടക്കേടത്തെ മനക്കാർ കൈവശം വെച്ച് അനുഭവിച്ചിരുന്ന ബ്രഹ്മസ്വം ഭൂമിയായിരുന്നു. ആ പാടശേഖരങ്ങളുടെ കാവക്കാരനും പണിക്കാരെയെല്ലാം നിയന്ത്രിക്കുന്ന തലപ്പുലേനുമായിരുന്നു ആ വല്യപ്പച്ചൻ. തികട്ടി വന്ന നൊമ്പരത്താൽ അവളുടെ തൊണ്ടയിടറി. അവളൊരു വിതുമ്പലിൻ്റെ വക്കിലെത്തിയെന്ന് അച്ഛന് മനസ്സിലായി. അവളുടെ കൂടി സമ്മതത്തോടെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതാണ് ബുദ്ധി എന്നൊരു തമ്പയർ അച്ഛൻ്റെ ഉള്ളിൽ മുഴങ്ങി. രംഗം ശാന്തമാക്കുന്നതിന് അതാണല്ലോ നീ ആമുഖത്തിൽ എഴുതിയിട്ടുള്ളത് എന്ന് പറഞ്ഞ് ജിൻസി തയ്യാറാക്കി ഇടവക ചരിത്രത്തിൻ്റെ ആമുഖം അച്ഛൻ ഉച്ചത്തിൽ വായിച്ചു തുടങ്ങി. 125 വർഷങ്ങൾക്ക് മുൻപാണ് അൽമായ പ്രേക്ഷിതനായ ബ്രദർ റോക്കി വാരാപ്പുഴയിൽ നിന്ന് ചെങ്കളത്തറയിലെത്തുന്നത്. നോക്കത്താ ദൂരത്തോളം വിസ്തൃതമായ ചെങ്കളത്തറ പാടവും ആടുമാടുകളെപ്പോലെ അതിൽ പണിയെടുക്കുന്ന കുറച്ച് പുലയരും പറയരും മാത്രമാണ് അന്നവിടെ ഉണ്ടായിരുന്നത്. കുത്തി നിർത്തിയ വെച്ചുകെട്ടിലൂടെ വെള്ളത്തിനടിയിലേക്ക് പോയി 2-3 താഴ്ചയിൽ നിന്നും വലിയ കട്ട കുത്തി നെഞ്ചിൽ താങ്ങി പൊങ്ങി വരുന്ന വിദ്യ റോക്കി ബ്രദറിന് വലിയ അതിശയമായി. മീനച്ചിലാറ്റിൽ നിന്നും കട്ട കുത്തിയിറക്കി ചെങ്കളത്തറപ്പാടത്തിൻ്റെ പുറമ്പണ്ട് പണിയുന്ന കറുപ്പനെയും കൂട്ടരെയും നോക്കി ഉപദേശി ഏറെ നേരം നിന്നു. അറ്റം കൂർപ്പിച്ച് നാട്ടി നിർത്തിയ കൂറ്റൻ തെങ്ങിൻ കുറ്റികൾ വട്ടം വെച്ച് കെട്ടി കമുകൻ കടകളിൽ കയറി നിന്ന് തെയ് താക്ക 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 തെയ് എന്നൊരു വായ്ത്താരിയുടെ ഈണം കൊണ്ട് ചവിട്ടിത്താഴ്ത്തി തിട്ടയുറപ്പിക്കുന്ന കറുമ്പന്മാരുടെ വിയർപ്പുചാല് വെട്ടിയ ഉടലുകളുടെ വഴക്കം റോക്കി ഉപദേശിക്ക് അത്ഭുതമായി. എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്ന കറുപ്പനെയാണ് ഉപദേശി ആദ്യം സമീപിച്ചത്. ഉപദേശി പറഞ്ഞ പാപവും പുണ്യവും സ്വർഗവും നരകവും ഒന്നും കറുപ്പന് മനസ്സിലായില്ല. വിയർപ്പൊട്ടിയ തൻ്റെ ശരീരത്തിൽ കൈ ചുറ്റിച്ചേർത്ത സഹോദര എന്ന വിളി മാത്രം വേനൽക്കാലത്ത് വിണ്ടുകീറിയ പാടത്തെ ആദ്യ മഴത്തുള്ളി പോലെ കറുപ്പൻ്റെ കാതിൽ വീണലിഞ്ഞു. ഉപദേശിയുടെ നാവിൻ തുമ്പിൽ നിന്നും ഇറങ്ങി വന്ന കാരുണ്യവാനായ ക്രിസ്തു ഇരുൾ മൂടിയ ജീവിത വഴികളിൽ കറുപ്പന് മെഴുതിരിവട്ടമായി. ഒടുവിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച് കറുപ്പൻ പത്രോസ് എന്ന പേര് സ്വീകരിച്ചു. പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളിയെ പണിയും. എല്ലാവരും അത് കേട്ട് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. വലിയൊരു ചിരിയുടെ അകമ്പടിയോടെ ഇത്രയും പറഞ്ഞിട്ട് കിറുക്കൻ മത്തമ്പി വരാന്തയിലേക്ക് തന്നെ കിടന്നു. മത്തമ്പി അന്നാട്ടിലെ സർവ്വവ്യാപിയായ ഒരു മനുഷ്യജീവിയാണ്. ഇതുപോലൊരു കുഗ്രാമത്തിലെ ആദ്യത്തെ ഡിഗ്രിക്കാരൻ. 10-69 വയസ്സുണ്ട് മത്തമ്പിക്ക്. ജിൻസിയുടെ അപ്പൻ്റെ വകയിലൊരു ചേട്ടനാണ്. മാത്യു ജോൺ എന്നാണ് അയാൾ പോലും മറന്നു തുടങ്ങിയ സ്വന്തം പേര്. ഇപ്പോൾ ജിൻസി മാത്രമാണ് വല്ലപ്പോഴും ആ പേര് വിളിക്കാറ്. കോട്ടയം CMS കോളേജിലെ 64-67 ബാച്ചിലെ BA ലിറ്ററേച്ചറുകാരനാണ് മാത്യു ജോൺ. എടുത്താൽ പൊങ്ങാത്ത തടിയൻ പുസ്തകങ്ങൾ വായിച്ച് പഠിത്തം മൂത്ത് വട്ടായിപ്പോയി മത്തമ്പിക്കെന്നാണ് നാട്ടുകാർക്കിടയിലെ പറച്ചിൽ. 1968 ആനന്ദ് തിയേറ്ററിലെ ഉദ്ഘാടന പ്രദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ KSRTC സ്റ്റാൻഡിനടുത്തുള്ള തുണ്ടിൽ വെച്ചുണ്ടായ ഒരു അടിപിടിയിൽ തലക്കേറ്റ പരിക്കാണ് മത്തമ്പിയുടെ ഓർമ്മകളുടെ അടുക്ക് തെറ്റിച്ചതെന്ന് മറ്റൊരു കഥയുമുണ്ട്. പഠനകാലം മത്തമ്പിയും പള്ളിപ്പുറത്തുകാവിലുള്ള ഒരു നായര് പെങ്കൊച്ചും തമ്മിൽ പ്രേമമായിരുന്നെന്നും
മത്തമ്പിക്കൊപ്പം അവൾ ഇറങ്ങി വരാനിരിക്കെ അവളുടെ ആങ്ങളമാരാണ് ഇത് ചെയ്യിച്ചതെന്നും കേട്ടിട്ടുണ്ട്. എന്തായാലും അടുക്ക് തെറ്റിയ ഓർമ്മക്കൂമ്പാരത്തിനിടയിൽ നിന്ന് വെളിപാടുകൾ പോലെ ഇങ്ങനെ ചിലത് മത്തമ്പി വിളിച്ചു പറയും. നെറുകെട്ട ലോകത്തിൻ്റെ വെളിവുകേടുകളിൽ അത് വന്ന് ഊക്കിൽ പതിക്കും. കൂടുതൽ നേരവും പള്ളിപ്പറമ്പിലോ പരിസരങ്ങളിലോ കറങ്ങി നടക്കും. പള്ളി വരാന്തയിലോ ഏതെങ്കിലും മരച്ചോട്ടിലോ കിടന്നുറങ്ങും. ആരെങ്കിലും വല്ലതും കൊടുത്താൽ കഴിക്കും. വളർന്നിറങ്ങിയ താടിയും മുടിയും മെലിഞ്ഞ മേലും ഒട്ടിയ വയറും ഒരവധൂതൻ്റെ അലച്ചിലും മത്തമ്പിയിൽ ക്രിസ്തുവിൻ്റെ വിദൂര ഛായ വരച്ചു. കുന്നുംപറമ്പിലച്ചൻ വന്ന ആദ്യ നാളുകളിൽ പള്ളിപ്പറമ്പിൽ അലഞ്ഞു തിരിയുന്ന ഭ്രാന്തനെ പുറത്താക്കാൻ ആവത് ശ്രമിച്ചതാണ്. ഒരു രാത്രി പള്ളിക്ക് മുന്നിലെ മാതാവിൻ്റെ നേർച്ചക്കുറ്റി കുത്തിത്തുറക്കാൻ വന്ന കള്ളൻ കുമാരനെ കയ്യോടെ പിടിച്ച മത്തമ്പിക്ക് ഇടവകക്കാരുടെ പിന്തുണയിൽ അച്ഛൻ്റെ ആ ശ്രമത്തെ മറികടക്കാൻ പറ്റി. യഥാർത്ഥത്തിൽ പള്ളിപ്പറമ്പിന് പിന്നിലെ പാടവരമ്പിലൂടെ പാതിരാത്രിയിൽ ഒരാൾ നടന്നു വരുന്നത് കണ്ട് മത്തമ്പി അയാളെ പിന്തുടരുകയും കോഴിമുട്ടയുടെ മഞ്ഞക്കരു അടിച്ചു ചേർത്ത് വെളിച്ചെണ്ണ പുരട്ടിയ വഴുക്കുന്ന മേലുള്ള കണ്ണുകളും മൂക്കിൻ്റെ ദ്വാരവും മാത്രം പുറത്തു കാണും വിധം വട്ടം കെട്ടിയ തോർത്തുകൊണ്ട് മുഖം മറച്ച മേലൊട്ടിക്കിടക്കുന്ന ഒരു ഇറുകിയ ഷഡ്ഡി മാത്രം ധരിച്ച അജ്ഞാതൻ കമ്പിപ്പാര കൊണ്ട് നേർച്ചക്കുറ്റി തുറക്കാനൊരുങ്ങിയതും വെളിച്ചത്തിലേക്ക് കയറി നിന്ന മത്തമ്പി പിൻവാതിലിലൂടെ പ്രവേശിക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമത്രേ എന്നൊരു ബൈബിൾ വചനം ഉരുവിടുകയും മാത്രമാണുണ്ടായത്. പള്ളിഗോപുരത്തിൻ്റെ മുകളിൽ നിന്നുള്ള വലിയ വെട്ടത്തിൽ അഴിച്ചിട്ട മുടിയും വളർന്ന താടിരോമങ്ങളും കൊതുക് കടി കൊള്ളാതിരിക്കാൻ പുതച്ച മേൽമുണ്ടുമായി നിൽക്കുന്ന മത്തമ്പിയിൽ കുമാരൻ യേശുവിനെ കാണുകയും ബോധരഹിതനായി നിലം പതിക്കുകയുമാണ് ഉണ്ടായത്. പിൽക്കാലം മാനസാന്തരപ്പെട്ട കള്ളൻ കുമാരൻ സ്നാനപ്പെട്ട് പാസ്റ്റർ കുര്യാക്കോസായി പെട്ടിക്കോളാമ്പിയും കോഡ്ലെസ് മൈക്കുമായി കവലകൾ തോറും വചനം പ്രഘോഷിച്ചു നടന്നു. തോട്ടത്തിൻ്റെ നടുവിലെ വിലക്കപ്പെട്ട കനി നീ തിന്നരുത്, അത് തിന്നാൽ നീ മരിക്കും. മത്തമ്പി ഇത് പറഞ്ഞ വെള്ളിയാഴ്ച മുതൽ 3 ദിവസം കുന്നുംപറമ്പിലച്ചൻ പനിച്ചു കിടന്നു. മഞ്ഞിറങ്ങിയ ഒരു സന്ധ്യനേരത്ത് തൊട്ടടുത്ത മഠത്തിൽ നിന്ന് അത്താഴവുമായി വന്ന അനീറ്റ സിസ്റ്ററും അച്ഛനും ഒരുമിച്ച് ഉടലോടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നത് മുറിയുടെ വെന്റിലേഷനിലൂടെ കണ്ടാണ് പള്ളിത്തെങ്ങിൽ നിന്ന് കരിക്കിട്ടിറങ്ങി വരുന്ന മത്തമ്പി ഇത് പറഞ്ഞത്. ചാടിപ്പിഴഞ്ഞെണീറ്റ അനീറ്റാമ്മ ഓടിപ്പോകുമ്പോഴും ഹവായ വഴിതെറ്റിച്ച ഉൽപ്പത്തിയിലെ പാമ്പ് ഇഴഞ്ഞു കയറാനുള്ള മാളം കാണാതെ പത്തി വിരിച്ചു നിന്നാടി. മത്തമ്പിയിൽ നിന്ന് ആ രഹസ്യം കൊയ്ത്തു കഴിഞ്ഞുണങ്ങിയ പാടത്തെ കച്ചിക്കുറ്റിയിൽ പകർന്ന തീ പോലെ പടർന്നില്ലെന്നറിഞ്ഞ അച്ഛൻ്റെ ഉള്ളിൽ അയാളോട് ഒരു അലിവിൻ്റെ ഉറവച്ചാല് പൊട്ടി. ഇത് ഇടയ്ക്കൊക്കെ ഭക്ഷണമോ 10 or 50 രൂപയായുമൊക്കെ മത്തമ്പിക്ക് കിട്ടിത്തുടങ്ങി. പള്ളിപ്പറമ്പിലെ മരച്ചൂട്ടിൽ നിന്ന് പള്ളിമേടയ്ക്ക് പുറത്തെ വരാന്തയിലേക്ക് കിടപ്പ് മാറ്റിയിട്ടും മത്തമ്പിയെ അച്ഛൻ വിലക്കിയില്ല. അങ്ങനെയുള്ളൊരു കിടപ്പിലാണിപ്പോൾ പത്രോസിനെക്കുറിച്ചുള്ള യേശുവചനം തലച്ചോറിൽ മിന്നിയ ഒരു നിമിഷത്തെ കൊള്ളിയാൻ വട്ടത്തിൽ മത്തമ്പി ഓർത്തെടുത്ത് പറഞ്ഞത്. ചുണ്ടിൽ വലത് കൈയുടെ ചൂണ്ടുവിരൽ ചേർത്ത് മിണ്ടാതെ എന്നൊരു ആംഗ്യത്തോടെ മത്തമ്പിയെ നോക്കിയിട്ട് ജിൻസി തുടർന്നു. തലപ്പുലേൻ്റെ പിന്നാലെ കൂട്ടക്കാരിലേറെയും മാർഗം കൂടി ക്രിസ്ത്യാനികളായി. അങ്ങനെയാണ് വിതയില്ലാതെ കിടന്ന കുഴിക്കണ്ടം കറുപ്പം പത്രോസും കൂട്ടരും രായ്ക്ക് രാമാനം കട്ടകുത്തിപ്പൊക്കി ഈ കാണുന്ന കരഭൂമിയാക്കിയത്. അവിടെയാണ് ഇന്നത്തെ പള്ളിയുടെ ആദ്യ രൂപമായ ഓലഷെഡ് കെട്ടി ആരാധന തുടങ്ങിയത്. ഈ ചിറ പിടിക്കാൻ ആദ്യം മൂലക്കെട്ട കുത്തിവെച്ചത് എൻ്റെ വല്യച്ഛനാണ്, കറുപ്പം പത്രോസാ. പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞ 1895 ചെങ്കളത്തറ പള്ളി സ്ഥാപിക്കപ്പെടുന്നത്. അതാ സത്യം. തലമുറകളായി ഞങ്ങൾ കൈമാറി വന്ന നേര്. ഉള്ളുനീറിയ നൊമ്പരത്തിൻ്റെ പൊള്ളിവേവലിൽ അവളുടെ ഉമിനീർ പറ്റി. യേശുവിനെ പരീക്ഷിക്കാനെത്തിയ സാത്താൻ്റെ വഴക്കത്തോടെ അച്ഛൻ തുടർന്നു. നീ പറയുന്നതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ തെളിവൊന്നുമില്ല. തന്നെയുമല്ല, അങ്ങനെ ഒരു ചരിത്രത്തെ കെട്ടി എഴുന്നള്ളിക്കുന്നുണ്ട് പള്ളിക്കെന്നാ നേട്ടം? 1895 പള്ളി സ്ഥാപിക്കപ്പെട്ടു എന്നത് ചരിത്രമാണേ. അരമനയിൽ അതിൻ്റെ രേഖകളുമുണ്ട്. ഇവിടെയാണ് നമ്മൾ ഭാവന ഉപയോഗിക്കേണ്ടത്. അത് വെറുതെ കട്ടകുത്തിപ്പൊക്കുന്നത് പോലുള്ള ഭാവനയാകരുത്. അക്കാലത്തെ അംഗീകരിക്കപ്പെട്ട പൊതുചരിത്രവുമായി അതിനെ ബന്ധിപ്പിക്കണം. അപ്പോഴേ കൂടുതൽ വിശ്വാസ്യത ഉണ്ടാകത്തുള്ളൂ. അതിസമർത്ഥമായ ഒരു കണ്ടെത്തലിൻ്റെ വെളിപ്പെടുത്തൽ പോലെ സ്വരം ഒരല്പം താഴ്ത്തി കുന്നുംപറമ്പിലച്ചൻ തുടർന്നു. 1980കളിലെ കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങൾ എന്നതൊക്കെയാണെന്ന് നിങ്ങൾ ആരെങ്കിലും നോക്കിയോ? ഇല്ല. എന്നാൽ നോക്കണം. 1891 മലയാളി മെമ്മോറിയലാണ് അതിൽ പ്രധാനം. അച്ഛൻ്റെ സംസാരം കാട് കയറി തുടങ്ങിയതോടെ അച്ഛൻ്റെ നിർബന്ധത്തെ എതിർത്ത് നിൽക്കാൻ കഴിയാതിരുന്ന ഒരു ദുർബല നിമിഷത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് മാത്രം ഈ കമ്മിറ്റിയിൽ പെട്ടുപോയ ബാക്കി അംഗങ്ങൾ ആ നിമിഷത്തിൻ്റെ ദുർവിധിയെ എറിഞ്ഞു കുത്തിപ്പിരാകി. അച്ഛൻ്റെ മൊഴിയിലും ചൂടിലും പതിയിരിക്കുന്ന കിടങ്ങുകൾ നന്നായി അറിയാവുന്ന ജിൻസി മാത്രം ആ വാക്കുകളിൽ ചൂണ്ടവള്ളിയിലെ പൊങ്ങിൽ നോക്കിയിരിക്കുന്ന ചൂണ്ടക്കാരൻ്റെ ശ്രദ്ധ കൊടുത്തു. ഒരു ചരിത്ര പണ്ഡിതൻ്റെ ആധികാരികത സ്വരത്തിൽ നിറച്ച് അച്ഛൻ തുടർന്നു. എന്താണ് 1891 മലയാളി മെമ്മോറിയൽ? ഉന്നത ഉദ്യോഗങ്ങളിൽ പരദേശി ബ്രാഹ്മണർ മാത്രം ഇരിക്കുന്നതിനെതിരെ നായന്മാർ മുന്നിൽ നിന്ന് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഈഴവരെയും കൂട്ടി മഹാരാജാവിന് സമർപ്പിച്ച ഭീമ ഹർജിയാണ് മലയാളി മെമ്മോറിയൽ. നായന്മാർക്ക് മാത്രം ചില ചെറിയ ജോലികൾ കിട്ടിയതല്ലാതെ മറ്റുള്ള കൂട്ടർക്ക് ഒന്നും കിട്ടിയില്ല. ശ്രീമൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവിനാണ് അന്ന് തിരുവിതാംകൂർ ഭരണം. അതും എഴുതപ്പെട്ട ചരിത്രമാണല്ലോ. എഴുതപ്പെട്ട വചനത്തിൽ പിടിക്കപ്പെട്ടവരെല്ലാം വിടുവിൻ വേഗം, എഴുത്ത് നമുക്കുള്ളതല്ലല്ലോ. പൊയ്കയിലപ്പച്ചൻ്റെ ആ വാക്കിൻ്റെ വിരൽത്തുമ്പ് പിടിച്ചുയർന്ന മത്തമ്പി വീണ്ടും അവിടേക്ക് തന്നെ കിടന്നു.
ആ വചനഭാഗം ബൈബിളിൽ എവിടെയാണെന്നറിയാതെ കുന്നുംപറമ്പിലച്ചൻ ഒരു നിമിഷം മനസ്സിൽ താളുകൾ മറിച്ചു നോക്കിയിട്ട് കിട്ടാതെ വീണ്ടും സംസാരം തുടർന്നു. അങ്ങനെ അടുത്ത സമരമാർഗങ്ങളിലേക്ക് കടക്കാൻ തുടങ്ങിയ ക്രിസ്ത്യാനികളെ സമാധാനിപ്പിക്കാൻ നാടെങ്ങും പണ്ടാരവക ഭൂമി പള്ളികൾ സ്ഥാപിക്കാൻ പതിച്ചു നൽകി. അങ്ങനെ കിട്ടിയ രാജദത്തമായ ഭൂമിയിലാണ് ചെങ്കളത്തറ പള്ളി സ്ഥാപിക്കപ്പെടുന്നത്. ശരിക്കും ഇതുതന്നെയായിരിക്കും സത്യം. രാജകീയ ബന്ധത്തിൻ്റെ ആഠ്യത്വമുണ്ട്. കേരള കോൺഗ്രസ് യുവജന വിഭാഗം മണ്ഡലം പ്രസിഡന്റും പള്ളിയിലെ യുവജന സംഘം യൂണിറ്റ് സെക്രട്ടറിയുമായ വലിയവറമ്പിൽ മത്തച്ഛൻ്റെ മകൻ ആദർശ് മാത്യു ജേക്കബ് അച്ഛൻ്റെ പക്ഷം ചേർന്നു. കണ്ടോ, കേൾക്കുമ്പോൾ തന്നെ ഒരു വിശ്വാസ്യത വന്നില്ലേ? അച്ഛൻ കസേരയിലേക്ക് ചാരിയിരുന്നുകൊണ്ട് പറഞ്ഞു. വന്നു കയറിയ മതങ്ങൾക്കെല്ലാം സഹവർത്തിത്വത്തിൻ്റെ പരവതാനി വിരിച്ച ആർഷഭാരത പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചക്കാരനായ മഹാരാജാവ് ആദിമ കേരള ക്രൈസ്തവരോട് പുലർത്തിയ സഹാനുഭൂതി സീമാതീതമായിരുന്നു എന്നോ മറ്റോ ഒരു വാചകം കൂടി ചേർത്താൽ പിന്നെ ആരേലും എതിർക്കുവോ? മുൻനിരയിലെ ബെഞ്ചിലിരുന്ന ആദർശിൻ്റെ കാലിൽ മേശയ്ക്കടിയിലൂടെ കാലുകൊണ്ടൊന്ന് കിരണ്ടിക്കൊണ്ട് അച്ഛൻ തുടർന്നു. കൂടാതെ തോമാസ് ലീഹ സ്നാനപ്പെടുത്തിയ 32 ബ്രാഹ്മണ കുടുംബങ്ങളിലൊന്നിൻ്റെ താവഴിയിൽപ്പെട്ട വല്യവറമ്പിൽ കുടുംബത്തിലെ വലിയ കാരണവർ വല്യവറമ്പിൽ കുഞ്ഞനാച്ചാൻ്റെ നേതൃത്വത്തിലുള്ള വിശ്വാസ സമൂഹമാണ് ഈ ഇടവകയിൽ ആത്മീയ വളർച്ചയ്ക്ക് ആദ്യ വിത്തുപാകിയത് എന്നുകൂടിയായാൽ ബ്രാഹ്മണ പാരമ്പര്യവുമാവും. ഒന്ന് നിർത്തി മേശപ്പുറത്തിരുന്ന ജഗ്ഗിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പകർന്ന വെള്ളത്തിൽ ഒന്ന് മുത്തിയിട്ട് അച്ഛൻ ആദർശനെ നോക്കി. അല്ല, ആദർശൻ എന്നാ പറയുന്നു? അതിപ്പം ഞങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ഞാനായിട്ടൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. അച്ഛൻ തീരുമാനിച്ചാൽ മതി. അല്ലാതെ ഒരവസരം കിട്ടുമ്പോൾ സ്വന്തം കാരണവന്മാരെ പിടിച്ച് ചരിത്രപുരുഷന്മാരാക്കുന്നത് ശരിയല്ലല്ലോ. അവൻ്റെ മറുപടിയിലെ മുന ജിൻസിയുടെ ചങ്കിൽ തറച്ചു. അതെങ്ങനെയാടാ നിങ്ങളുടെ കുടുംബകാര്യമാകുന്നത്? ക്രിസ്തു ശിഷ്യനായ സെൻറ് തോമസ് AD 52 കേരളത്തിൽ വന്നതും 32 ബ്രാഹ്മണ കുടുംബങ്ങളെ ക്രിസ്തുമാർഗത്തിൽ ചേർത്തതും 7.5 പള്ളികൾ സ്ഥാപിച്ചതും ഒക്കെ ചരിത്രത്തെക്കാൾ ഉറച്ച പാരമ്പര്യ വിശ്വാസമാണ്. അതിന് പ്രത്യേകിച്ചൊരു തെളിവിൻ്റെ ആവശ്യമില്ല, അല്ലേ ജിൻസി? മടവീണ പാടത്തെ കരച്ചു കയറുന്ന കിഴക്കൻ വെള്ളത്തിൻ്റെ കുതിപ്പ് പോലെ വാക്കുകൾ അവളിൽ നിന്ന് പുറത്തു വന്നു. കാശും കളറും ഉണ്ടെന്ന് കരുതി മനക്കര നമ്പൂരിച്ചനുമായിട്ട് തന്തയെ വെച്ച് മാറി ഞങ്ങൾക്ക് ശീലമില്ലച്ചു. 2000 വർഷം മുമ്പുള്ള തോമാസ് ലീഹ കഥ നിങ്ങൾക്ക് ചരിത്രവും പാരമ്പര്യവും. വെറും 1.25 നൂറ്റാണ്ട് മാത്രം പഴക്കമുള്ള ഞങ്ങളുടെ ഓർമ്മകൾ നിങ്ങൾക്ക് കെട്ടുകഥയും. അച്ഛൻ തന്നെ ഉണ്ടാക്കിയാൽ മതി ഈ അവിഹിത ചരിത്രം. എനിക്കിതിലൊരു അഭിപ്രായവുമില്ല. ഇത്രയും പറഞ്ഞിട്ട് ജിൻസി താൻ എഴുതി തയ്യാറാക്കിയ ഇടവക ചരിത്രത്തിൻ്റെ കയ്യെഴുത്തു പ്രതിയുമായി കൊടുങ്കാറ്റ് പോലെ അവിടുന്ന് ഇറങ്ങി. ചത്തുകെട്ടുപോയ പിതാക്കന്മാരുടെ തലോടൽ പള്ളിമുറ്റത്തെ കാറ്റാടി മരങ്ങളുടെ ഇലകളെ അനക്കി അവളെ തൊട്ട് കടന്നുപോയി. പള്ളിപ്പറമ്പിനോട് ചേർന്നാണ് ജിൻസിയുടെ വീട്. മുൻപൊക്കെ പൊളിഞ്ഞുകിടന്ന വേലിനുണ്ടായിരുന്നു പള്ളിയിലേക്കും തിരിച്ചുമുള്ള അവളുടെ യാത്രകൾ. 5-6 വർഷം മുമ്പ് പള്ളിക്കും വീടിനും ഇടയിൽ ഉയരമുള്ള ചുറ്റുമതിൽ വന്നതോടെ മെയിൻ ഗേറ്റിലൂടെ പുറത്തിറങ്ങി 10 മിനിറ്റ് നടന്ന് പഞ്ചായത്ത് റോഡിൽ നിന്ന് പാടത്തിൻ്റെ വാച്ചാലിലേക്കുള്ള ഓടക്കരികിലൂടെ കുത്തിറക്കം ഇറങ്ങി വേണം ജിൻസിക്ക് വീടിരിക്കുന്ന താഴ്ചയിലെത്താൻ. പള്ളി വരുന്നതിന് മുൻപേ അവളുടെ മുതുമുത്തച്ഛന്മാർ തലമുറകളായി പാർത്തു വന്ന ഇടമായിരുന്നെങ്കിലും ആശ്രിതരായ ആ സാധു കുടുംബത്തിന് പള്ളി ദാനമായി നൽകിയ സ്ഥലമാണതെന്ന് ഇന്നുള്ളവരെല്ലാം കരുതിപ്പോന്നു. പള്ളിപ്പറമ്പ് എന്ന വീട്ടുപേര് പോലും ആ ധാരണയെ ഉറപ്പിക്കും വിധം അവരുടെ അസ്തിത്വത്തിനുമേൽ ആഴത്തിൽ തറഞ്ഞു കിടന്നു. ഓർമ്മകളുടെ പെട്ടകമേറിയാണ് അവൾ വീട്ടിലേക്ക് തിരിച്ചത്. എത്ര വേഗം നാണ് ഓരോ ഇടവും അന്യമാവുന്നതെന്ന്. പലായനം ചെയ്യപ്പെടാതെ തന്നെ ജന്മനാട്ടിൽ ഒന്നുമല്ലാതാക്കപ്പെടുന്ന തങ്ങളുടെ നിസ്സഹായ അവസ്ഥയെ അവൾ ഓർത്തു. പള്ളിയോട് ചുറ്റിപ്പറ്റിയാണ് ജിൻസിയുടെ ജീവിതം. രാത്രിയുടെ കൽത്തൊട്ടിയിൽ ജ്ഞാനസ്നാനം കഴിഞ്ഞ് സൂര്യൻ ഉയരുന്നതിന് മുൻപേ ഉണരുന്ന പള്ളിമണികളിലാണ് അവളുടെ ദിവസത്തിൻ്റെ തുടക്കം. ഞായറാഴ്ചകളിലൊഴികെ 6:30-ക്കുള്ള 1-ാം കുർബാന മുടക്കാറില്ല. 8:30-യുടെ 3-ാം കുർബാനയ്ക്ക് ശേഷം വേദപാഠ ക്ലാസ് ഉള്ളതുകൊണ്ട് ഞായറാഴ്ചകളിൽ അതിനെ പോകും. +2 കഴിഞ്ഞതു മുതൽ ജിൻസി പള്ളിയിലെ സൺഡേ സ്കൂൾ ടീച്ചറാണ്. പള്ളിയുമായി ബന്ധപ്പെട്ട ആത്മീയ ചടങ്ങുകളിലെല്ലാം കൃത്യമായി പങ്കെടുക്കുന്ന ജിൻസി നല്ല അച്ചടക്കത്തിലാണ് വളർന്നത്. അവളുടെ ചാച്ചൻ തോമസും അമ്മ ആലീസും പള്ളിയുടെ മതിലേൽക്കെടുത്ത വിശ്വാസികളായിരുന്നു. പള്ളിയിലെ പുറംപണികളെല്ലാം ചെയ്തിരുന്നത് അവരായിരുന്നു. മറ്റെവിടെയും കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ കൂലിയെ പള്ളിയിൽ നിന്ന് കിട്ടാറുള്ളൂ. എന്നാലും പള്ളിയിലെ പണികൾക്കൊന്നും ഒരു മുടക്കവും വരുത്തിയിട്ടില്ല ഇന്നോളം. ഇടവകക്കാരിലേറെയും മാർഗം കൂടിയ പുലയരും പറയരുമാണ്. വിരലിലെണ്ണാവുന്ന RC-ക്കാരും ഇടവകയിലുണ്ട്. അവരുടെ എണ്ണം ഇടവക രജിസ്റ്ററിനേക്കാൾ കൃത്യമായി സെമിത്തേരിയിലെ കല്ലറകൾ പറയും. അതിലുറങ്ങുന്ന ആത്മാക്കളുടെ പേരും കുടുംബപ്പേരും കുത്തിയ മാർബിൾ ഫലകങ്ങൾ പതിച്ച മണ്ണിൽ നിന്നുയർന്ന കല്ലറകൾ അവർക്കേ ഉള്ളൂ. 19,000 രൂപ വീതം പള്ളിക്ക് കുഴിക്കാണം കൊടുത്താണ് അവരത് അവിടെ ഉയർത്തിയിട്ടുള്ളത്. പുലയരും പറയരും ചത്താൽ കുഴി വെട്ടിയടക്കും. ഒരു വട്ടം എത്തിക്കഴിഞ്ഞാൽ അതേ കുഴിയിലേക്ക് പുതിയ താമസക്കാരെത്തും. അടിക്കടി മരണങ്ങൾ ഉണ്ടാവാത്തതിനാൽ ഒരു കുടുംബക്കാർക്ക് മിക്കവാറും ഒരേ കുഴിയിൽ തന്നെ കിടക്കാൻ പറ്റുമായിരുന്നു. റബ്ബർ പലകകൾ തമ്മിൽ തറച്ചുണ്ടാക്കി അതിൽ കറുപ്പടിച്ച് വെളുപ്പുകൊണ്ടെഴുതിയ കാലിളകിയും കൈയൊടിഞ്ഞും ചാഞ്ഞും ചെരിഞ്ഞും കിടക്കുന്ന മരക്കുരിശുകൾ അവരുടെ കുഴിമാടങ്ങൾക്ക് കാവൽ നിന്നു. പള്ളിപ്പറമ്പിലെ പുറംപണികൾക്കൊപ്പം മരിച്ചവർക്കുള്ള കുഴിവെട്ടും ജിൻസിയുടെ അപ്പൻ തോമസ് ചെയ്തു പോന്നു. ചെങ്കളത്തറയിലും പരിസരങ്ങളിലും അവരുടെ വേർപ്പ് വീഴാത്ത പാടങ്ങളില്ല. അങ്ങനെ കഷ്ടപ്പെട്ടാണ് അവർ മക്കളെ വളർത്തിയത്. പഠിക്കാൻ മിടുക്കിയായിരുന്ന ജിൻസി MA ഹിസ്റ്ററി കഴിഞ്ഞ് B.Edും എടുത്തു.
ഇളയവൻ ജോബിച്ചൻ +2 തോറ്റതോടെ പെയിൻറ്റിങ് പണിക്ക് പോയി. കാർഷിക മേഖലയിലെ പണികൾ കുറഞ്ഞു തുടങ്ങിയതോടെ ചാച്ചൻ കൺസ്ട്രക്ഷൻ കമ്പനിക്കാരുടെ കൂടെ മൈക്കാട് പണിക്കും അമ്മ തൊഴിലുറപ്പിനും പോയി തുടങ്ങി. സൺഡേ സ്കൂൾ അധ്യാപികയായതോടെയാണ് ജിൻസിക്ക് അധ്യാപനം തൊഴിലായി സ്വീകരിക്കണമെന്ന മോഹം കലശലായത്. പഠിച്ചിറങ്ങുമ്പോഴേ ജോലി കിട്ടും എന്ന അവളുടെ സ്വപ്നം പഠനം കഴിഞ്ഞിറങ്ങി 1 വർഷത്തിനുള്ളിൽ തന്നെ പാറപ്പുറത്ത് വീണ വിത്ത് പോലെ പട്ടുപോയി. 4 മാസം മുൻപാണ് പള്ളിവക LP സ്കൂളിൽ ഒരു ടീച്ചറുടെ വേക്കൻസി വന്നത്. സ്വാഭാവികമായും അതിനുവേണ്ട അക്കാഡമിക് യോഗ്യതകൾ എല്ലാമുള്ള ഇടവക അംഗമായി ജിൻസിക്ക് ആ ജോലി കിട്ടേണ്ടതാണ്. പക്ഷേ കൊടുത്തില്ല. പകരം കുടമാളൂർ പള്ളി ഇടവകക്കാരനായ വെള്ളിക്കുന്നേൽ കറിയാച്ചൻ മാപ്പിളയുടെ മകൾ ലിറ്റി മേരീസ് കറിയായിക്ക് അത് 8 ലക്ഷം രൂപയ്ക്ക് വിൽക്കുകയായിരുന്നു. ജിൻസിക്ക് അത് വലിയ വിഷമമായി. കരഞ്ഞു തളർന്ന പെങ്കൊച്ചിൻ്റെ മുഖം കണ്ട തോമസിന് സഹിച്ചില്ല. സങ്കടം കൊണ്ട് വിറഞ്ഞ അയാൾ അച്ഛനോട് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്നും പറഞ്ഞ് പത്തി വിരിച്ച വാശിയോട് ചാടിയിറങ്ങി. അവളും കൂടെ പോയി. 10-75 വർഷമായി നമ്മുടെ സ്കൂൾ തുടങ്ങിയിട്ട്. ഇന്നും LP സ്കൂളായി തുടരുന്നു. ഇത് കഴിഞ്ഞു തുടങ്ങിയ പല സ്കൂളുകളിലും ഇന്ന് ഹയർ സെക്കൻഡറി വരെയായി. നമ്മുടെ സ്കൂൾ UP ആയി അപ്ഗ്രേഡ് ചെയ്യാൻ 3 കൊല്ലം മുമ്പ് ഗവൺമെൻറ് തയ്യാറായിരുന്നു. പക്ഷേ പശ്ചാത്തല സൗകര്യം നമ്മൾ ഒരുക്കണം. പുതിയ ക്ലാസ് മുറികൾ, ടോയ്ലറ്റുകൾ, അങ്ങനെ പലതും. അതിന് കാശ് വേണം. കറിയാച്ചൻ്റെ മകൾക്ക് ജോലി കൊടുത്താൽ കിട്ടുന്ന സംഭാവന കൊണ്ട് നമുക്ക് 2 ക്ലാസ് റൂമുകൾ പണിയാം. ആ തുക നിങ്ങളിലുണ്ടേ തന്നേര്. ഇവളിവിടെ ജോലിക്ക് കയറുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആ കുടുംബത്തിൻ്റെ കടയും തലയും നന്നായി അറിയാമെങ്കിലും കൗശലക്കാരനായ അച്ഛൻ പത്തിക്ക് തന്നെ തല്ലി. അങ്ങോട്ട് വന്ന ആവേശമെല്ലാം കെട്ട തോമ തിരിച്ചു നടക്കാനൊരുങ്ങി. പിന്നെ സ്കൂള് നിങ്ങളുടെയാ. വികാരിയച്ഛന്മാർ വരും പോകും. നന്നായി കിടന്നാൽ നിങ്ങൾക്കും നിങ്ങളുടെ ഇടവകയ്ക്കും നാടിനും കൊള്ളാം. സ്വാർത്ഥമോഹങ്ങൾ കൊണ്ട് തിരഹിതത്തിന് എതിര് നിൽക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. ചത്തുന്നുറപ്പാക്കാൻ അവസാനത്തെ അടികൂടി അടിച്ച് അച്ഛൻ പള്ളിമേടയിലേക്ക് കയറിപ്പോയി. വഴിനീളെ മകളെ സമാധാനിപ്പിക്കാൻ അയാൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. ഒഴുക്കുവെള്ളത്തിലെ പൊങ്ങുതടി പോലെ അവൾ ആ വാക്കുകളിൽ തങ്ങിയും തടഞ്ഞും നടന്നു. രൂപതയുടെ മറ്റു സ്കൂളുകളിലും ഒഴിവ് വന്നപ്പോഴൊക്കെ പറഞ്ഞ കാശ് കൊടുത്ത് സ്വാധീനമുള്ളവർ അതൊക്കെ തട്ടിയെടുത്തു. ജോലി കിട്ടിയിട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസവും ജോലിയുമുള്ള ഒരു ചെറുക്കനെ കിട്ടിയിട്ടോ മതി കല്യാണം എന്ന വാശിയിൽ ജിൻസി ഉറച്ചു നിന്നതുകൊണ്ട് 29 വയസ്സായിട്ടും അവൾ അവിവാഹിതയായി കഴിയുന്നു. മകളെക്കുറിച്ചുള്ള വേവലാതി തിളകലത്തിലെ വെള്ളം പോലെ ആ തന്തയുടെയും തള്ളയുടെയും ഉള്ളിൽ തുളുമ്പിക്കൊണ്ടിരുന്നു. വട്ടക്കാട്ട് കോളനിയിൽ താമസിക്കുന്ന വെച്ചൂരുകാരി തങ്ക അവിടെ വകയിലൊരു ആങ്ങളയുടെ മകൻ ട്രാഫിക് പോലീസുകാരൻ സന്തോഷിൻ്റെ ആലോചന കൊണ്ടുവന്നതായിരുന്നു. അവർ ഹിന്ദു പുരയരായതുകൊണ്ട് പെണ്ണിനെ അങ്ങോട്ട് ചേർത്ത് കെട്ടണമെന്ന് പറഞ്ഞപ്പം അത് നടക്കുകയില്ലെന്ന് കട്ടായം പിടിച്ചത് മണ്ടത്തരമായി പോയല്ലോ എന്ന് ഇപ്പോൾ ആലീസ് ഓർക്കാത്ത ദിവസമില്ല. ഇടയ്ക്കൊക്കെ കോട്ടയത്തിന് പോകുമ്പോൾ ബേക്കർ ജംഗ്ഷനിലെ ട്രാഫിക് ഐലൻഡിൽ നിൽക്കുന്ന പോലീസുകാരൻ സന്തോഷിനെ കാണുമ്പോൾ ആലീസിൻ്റെ മനസ്സ് മകളെ ഓർത്ത് തീക്കുന്തം വെയിലത്ത് ടാർ റോഡ് പോലെ ഉരുകും. അന്ന് ജിൻസിക്കും സന്തോഷിനെ ഇഷ്ടമായിരുന്നു. ആ ആലോചന അലസിപ്പോയതിൽ പിന്നെ ജോലി കിട്ടിയില്ലെങ്കിൽ ഇനി കല്യാണമേ വേണ്ട എന്ന പിടിവാശിയിലേക്ക് അവൾ ചുവടുറപ്പിച്ചു. വാശിയുടെയും വീറിൻ്റെയും കാര്യത്തിൽ അവൾ കുഞ്ഞന്നത്തള്ളയുടെ തനിപ്പകർപ്പെന്ന് കുടുംബക്കാർക്കിടയിൽ ഒരു പറച്ചിലുണ്ട്. കുഞ്ഞന്നത്തള്ള ജിൻസിയുടെ അപ്പൻ്റെ വല്യമ്മയായിരുന്നു. കരക്കാർക്കിടയിൽ ഇന്നും ഓടുന്ന രസകരമായൊരു കഥയിലെ നായികയാണ് കുഞ്ഞന്നത്തള്ള. മാളികയിലെ ജയ്ക്കോച്ചൻ്റെ വീട്ടിലെ അടുക്കളപ്പണിയായിരുന്നു കുഞ്ഞന്നയ്ക്ക്. പോർക്കും പോത്തുമൊക്കെ തിന്നുകൊടുത്ത ജയ്ക്കോച്ചൻ്റെ ഭാര്യ സുന്ദരിയായ ക്ലാര കൊച്ചമ്മയ്ക്ക് ഒരു സൂക്കേടുണ്ടായിരുന്നു. സമയവും സാഹചര്യവും നോക്കാതെ കീഴ്ശ്വാസം വന്നുകൊണ്ടിരിക്കും. പാടത്തേക്ക് വെള്ളം കയറ്റുന്ന തൂമ്പിൻ്റെ അടകച്ചി വലിച്ചെടുക്കും പോലുള്ളതുപോലൊരു ഒച്ചയാണ്. എത്ര ശ്രമിച്ചാലും അവർക്കത് പിടിച്ചു നിർത്താൻ കഴിഞ്ഞിരുന്നില്ല. കുഞ്ഞന്ന പറയുന്നത് അതിൻ്റെ വളഞ്ഞ രമ്പ് പൊട്ടിപ്പോയതാണെന്നാണ്. അത് കാരണം പാവത്തിന് പള്ളിയിൽ പോലും വരാൻ പറ്റാതായി. സങ്കടം മൂത്ത കുഞ്ഞന്നത്തള്ള കൊച്ചമ്മേനെ സഹായിക്കാമെന്നിട്ടു. പള്ളിയിൽ വെച്ചെങ്ങാൻ സംഗതി വന്ന പെട്ടെന്ന് ചമ്മിയ ഭാവത്തോടെ കുഞ്ഞന്ന പുറത്തോട്ട് പോകണം. കുറച്ചു കഴിഞ്ഞ് കാര്യം സാധിച്ച മനസമാധാനത്തോടെ മടങ്ങി വരണം. ഇതായിരുന്നു ഉടമ്പടി. പിന്നെ ഇതൊരു പതിവായി. കുഞ്ഞന്നയ്ക്ക് കീഴ്ശ്വാസം കുഞ്ഞന്നാമ്മ എന്നൊരു വിളിപ്പേര് തന്നെ വീണു. യജമാന ഭക്തി കൊണ്ട് മാത്രമല്ല, ഇതിൻ്റെ പേരിൽ അധികമായി കിട്ടുന്ന എട്ടെണ്ണയുടെയും എടങ്ങഴി അരിയുടെയും പേരിൽ കുഞ്ഞന്ന എല്ലാം സഹിച്ചു പോന്നു. കുഞ്ഞന്ന നടക്കുന്ന വഴികളിൽ ചില തലതെറിച്ച പിള്ളേർ വളിശബ്ദം കേൾപ്പിക്കാനും കൂക്കി വിളിക്കാനും വരെ തുടങ്ങി. ഒരു ദിവസം ജിൻസിയുടെ അപ്പൻ തോമ പള്ളിക്കൂടത്തു നിന്ന് കരഞ്ഞുകൊണ്ട് വന്നു. കാര്യം ചോദിച്ചപ്പോൾ മാളികയിലെ ക്ലീറ്റസ് കുഞ്ഞ് കീഴ്ശ്വാസം കുഞ്ഞന്നയുടെ കൊച്ചുമോനെ എന്ന് വിളിച്ച് കളിയാക്കിയെന്ന് പറഞ്ഞു. ക്ലാര കൊച്ചമ്മയുടെ മകൻ ക്ലീറ്റസ്. അത് കുഞ്ഞന്നയ്ക്ക് സഹിച്ചില്ല. കൊച്ചമ്മയോട് പറഞ്ഞപ്പോൾ പിള്ളേരല്ലേ, നീ അങ്ങ് ക്ഷമിച്ചു കളയുന്നൊരു ഉപദേശവും. അന്നേ കുഞ്ഞന്ന കണക്ക് കൂട്ടി. ഞായറാഴ്ചയായി. പതിവ് പോലെ ക്ലാര കൊച്ചമ്മ പണി തുടങ്ങി. കുഞ്ഞന്നെ അനങ്ങിയില്ല. ക്ലാര കുഞ്ഞന്നേനെ തോണ്ടി. ഒടുവിൽ സഹികെട്ട് കുഞ്ഞന്ന എണീറ്റ് മുരടനക്കി. എല്ലാവരും കേൾക്കണം, മാളികയിലെ ക്ലാര കൊച്ചമ്മ വിട്ട വളി എന്നത്തെയും പോലെ ഇന്നും എട്ടനായ്ക്കും എടങ്ങഴി അരിക്കും പിടിച്ചേക്കുന്നു. ഇതും പറഞ്ഞ് ഒറ്റയിറക്കം. പിന്നെ മരണം വരെ കുഞ്ഞന്ന മാളികയിലെ പണിക്കും ക്ലാര കൊച്ചമ്മ ഞായറാഴ്ച കുർബാനയ്ക്കും വന്നിട്ടില്ല. അങ്ങനെയുള്ള കുഞ്ഞന്നത്തള്ളയുടെ പേരാണ് ജിൻസിയുടെ മാമോദിസ പേര്. പള്ളിച്ചരിത്രം പറഞ്ഞ് അച്ഛനോട് ഉടക്കിയതിന് ശേഷം അവൾ പള്ളിയിലോട്ട് പോയില്ല. മിക്ക നേരവും കിടപ്പ് തന്നെ കിടപ്പ്. വല്ലാതെ തളർന്നാൽ മാത്രം വല്ലതും കഴിക്കും. എഴുന്നേറ്റ് നടന്നാൽ മത്തമ്പിയെ തേടിപ്പോകും. അയാളുടെ പാട്ടും പഴങ്കഥയും കേട്ടിരിക്കും.
ചരിത്രം ചകഞ്ഞു പോയപ്പം പഴയ കാരണവന്മാരുടെ ആരുടെയോ ആത്മാവ് കയറിയിട്ടുണ്ട് പെണ്ണിൻ്റെ മേത്തെന്ന് ആലീസ് ആവലാതിപ്പെടാൻ തുടങ്ങി. നിങ്ങളുടെ കാരണവന്മാരുടെ വെച്ചുസേവയും കുണ്ടിക്കൂടോത്രം കാരണം എൻ്റെ കുഞ്ഞിന് ഈ ഗതി വന്ന് അവൾ തോമസിനെ കുറ്റപ്പെടുത്തി. അത് ശരിക്കും പിശാച് കയറിയത് തന്നെയാണ്. അല്ലെങ്കിൽ ആ കുന്നുംപറമ്പിൽ അച്ഛനോട് ആരെങ്കിലും തറുതല പറയുമോ? തോമസിനും അത് ശരിയാണെന്ന് തോന്നി. തങ്കപ്പെട്ട സ്വഭാവമാണ് അച്ഛന്. അച്ഛൻ വരുന്നതിന് മുന്നേ എങ്ങനെ കിടന്നതായി ഈ ഇടവക? 3 വർഷങ്ങൾക്ക് മുമ്പ് കുന്നുംപറമ്പിലച്ഛൻ വികാരിയായി സ്ഥാനമേൽക്കുമ്പോൾ ദൈവാനുഗ്രഹമോ ഐശ്വര്യമോ ഇല്ലാതെ അതപ്പതിച്ച് കിടന്നൊരു ഇടവകയായിരുന്നു ചെങ്കളത്തറ. ഞായറാഴ്ചകളിലും കടപ്പെട്ട തിരുനാളുകളിലും പോലും വിരലിലെണ്ണാവുന്ന ആളുകളെ പള്ളിയിലെത്തിയിരുന്നുള്ളൂ. പ്രീസ്റ്റ് ഹോമിലെ വിശ്രമ മുറികളിലേക്ക് തള്ളപ്പെടും മുമ്പ് അധിക ജോലിഭാരമില്ലാത്ത ഇടവക എന്ന നിലയിൽ വയോധികരായ വൈദികരെയോ സഭാമേലധികാരികൾക്ക് അതൃപ്തിയുള്ള വൈദികരെ ഒതുക്കുന്നതിൻ്റെയോ ശിക്ഷാ നടപടികളുടെയോ ഭാഗമായോ അയച്ചിരുന്ന ഇടവകകളിലൊന്നായിരുന്നു ഇത്. പട്ടണത്തിലെ ആളും അർത്ഥവുമുള്ള കൊള്ളാവുന്നൊരു ഇടവകയുടെ വികാരി സ്ഥാനത്തു നിന്നും ചെങ്കളത്തറ പള്ളിയിൽ എത്തപ്പെട്ട ആദ്യ ദിനങ്ങൾ നിത്യനരകത്തിലെന്ന പോലെ കുന്നുംപറമ്പിൽ അച്ഛനെ മടുപ്പിച്ചു. കൊയറിലെ പാട്ടുകാരി റോസ്മേരിയുടെ ശരീരത്തിന് പുറമെ ശരീരവും അച്ഛൻ ശ്രദ്ധിച്ചു തുടങ്ങിയതോടെയാണ് അവിടുന്ന് അച്ഛന് പാട്ടുപെട്ടി മടക്കേണ്ടി വന്നത്. 45 പിന്നിടാത്ത തൻ്റെ ആരോഗ്യവും ആകർഷകങ്ങളായ പുത്തൻ ആശയങ്ങളും പ്രയോഗസാധ്യതകളില്ലാതെ മുരടിച്ചു പോകുമല്ലോ എന്ന വേദനയിൽ അച്ഛൻ നെടുവീർപ്പെട്ടു. പരിമിതികളെ സാധ്യതകളായി വികസിപ്പിക്കുന്നതിൽ സമർത്ഥനായ കുന്നുംപറമ്പിലച്ഛൻ തോറ്റു പിന്മാറാൻ തയ്യാറായിരുന്നില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ ഇടവക രജിസ്റ്ററുമായി അച്ഛൻ ഉറങ്ങാതിരുന്നു. ആകെ കുടുംബങ്ങൾ, ഓരോന്നിലെയും അംഗങ്ങൾ, ആണത്ര പെണ്ണത്ര, ഓരോരുത്തരുടെയും പ്രായം, വിദ്യാഭ്യാസം, തൊഴിൽ, വരുമാനം എല്ലാത്തിൻ്റെയും വെവ്വേറെ ലിസ്റ്റുകൾ അച്ഛൻ തയ്യാറാക്കി. ആ ലിസ്റ്റുകളുമായി അച്ഛൻ നടത്തിയ പ്രഭാത സായാഹ്ന യാത്രകൾ ചെങ്കളത്തറയുടെ തലവര മാറ്റി. മീൻ പിടിച്ചു നടന്നവരെ ക്രിസ്തു മനുഷ്യരെ പിടിക്കുന്നവരാക്കിയെങ്കിൽ മനുഷ്യരെ പിടിക്കാൻ മീൻപിടുത്തത്തിൻ്റെ തന്ത്രങ്ങളാണ് അച്ഛൻ ഉപയോഗിച്ചത്. ഓരോരുത്തർക്കും വേണ്ട കെണിയും ഇരയും ഒരുക്കി അച്ഛൻ കാത്തിരുന്നു. കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് മടൽ ബാറ്റുമായി ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന പിള്ളേരാണ് ആദ്യം ചൂണ്ടയിൽ കുത്തിയത്. ബാറ്റും ബോളും പള്ളിപ്പറമ്പിനോട് ചേർന്ന് പാടത്തരികിലെ ചിറയിൽ പിച്ചൊരുക്കാനുള്ള അനുവാദവുമായിരുന്നു അവർക്കുള്ള ഇര. ആദ്യം കളിക്കാനായി മാത്രം പള്ളിയിൽ വന്ന കുഞ്ഞുങ്ങൾ മെല്ലെ മെല്ലെ പ്രാർത്ഥനകളിലും സംബന്ധിക്കാൻ തുടങ്ങി. അലമ്പിത്തെറ്റി നടന്ന മക്കളുടെ പെട്ടെന്നുള്ള മാറ്റം അവരുടെ അപ്പനമ്മമാർക്കുള്ള ഇരയായി. ഇതിനിടെ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചവരുടെയും ആനാമെള്ളം വാഴ്ത്തി കൊടുത്തവരുടെയും ഒക്കെ ചില പ്രാർത്ഥനകൾ അച്ഛൻ്റെയോ അവരുടെയോ ഭാഗ്യത്താൽ നിവർത്തിച്ച് കിട്ടിയത് അച്ഛൻ്റെ സ്വീകാര്യത കടൽക്കരയിലെ മണൽത്തിരികളെപ്പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും പെരുക്കി. പ്രാർത്ഥിച്ചിട്ടും ലഭിക്കാത്തവരോട് അവരുടെ വിശ്വാസം കൂടുതൽ ദൃഢമാകേണ്ടതിനെപ്പറ്റി ബൈബിൾ വചനങ്ങളുടെ സഹായത്തോടെ തന്നെ ഉദ്ബോധിപ്പിച്ചു. പാവപ്പെട്ട ഇടവക കുടുംബങ്ങളെ ദാരിദ്ര്യത്തിൻ്റെ മുഖത്തെഴുത്തുള്ള അവരുടെ കൂരകൾക്ക് മുമ്പിൽ നിർത്തിയെടുത്ത ഫോട്ടോകൾ വിദേശങ്ങളിലേക്ക് പറന്ന് മൈദയും റവയും പാൽപ്പൊടിയുമായി മടങ്ങി വന്നു. അങ്ങനെ പെലപ്പള്ളി എന്ന പേരുദോഷം കുടഞ്ഞു കളയാൻ തുടങ്ങിയ പള്ളിയിലേക്ക് വിശേഷ ദിവസങ്ങളിൽ മറ്റിടവകകളിലെ സവർണ്ണ ക്രൈസ്തവരും വന്നു തുടങ്ങി. അച്ഛൻ നടത്തിയ ബഹുമുഖ പ്രവർത്തനങ്ങളിൽ ഒടുവിലത്തേതാണ് ഇന്ന് സമാപിക്കാൻ പോകുന്ന ഇടവക നവീകരണ ധ്യാനവും നൊവേനയും. തൻ്റെ മേൽ പിശാച് കയറിയെന്ന ചാച്ചൻ്റെയും അമ്മയുടെയും വർത്താനം ചെറുചുരിയോടെ കേട്ടുകൊണ്ട് ഉറക്കം നടിച്ചു കിടന്ന ജിൻസിയെ അമ്മയുടെ വിളിയാണ് ഓർമ്മകളിൽ നിന്ന് ഉണർത്തിയത്. എൻ്റെ കുഞ്ഞിങ് എഴുന്നേറ്റേ, ഇന്ന് എന്തായാലും നീ പള്ളി വരണം. നൊവേനയുടെ സമാപനമാണ്. എന്തോരോ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളുമാണെന്നോ കഴിഞ്ഞ 8 ദിവസവും നടന്നത്. പിന്നെ അത്ഭുതം, ജിൻസി പിറുപിറുത്തു. പിന്നെ ഒന്നുമില്ലാഞ്ഞിട്ടാണോ ഇക്കണ്ട ജനം മുഴുവൻ വന്ന് കൂടുന്നത്? തോമസും ഭാര്യയെ സപ്പോർട്ട് ചെയ്തു. അതിനെവിടെ ഇരിക്കുന്നു നമ്മുടെ പള്ളിയിൽ ഇതിനും മാത്രം ജനം? ജിൻസി കോർത്ത് പറഞ്ഞു. അതിന് നമ്മുടെ ഇടവക്കാർ മാത്രമാണ്. കൊടമാളൂരെ ഉളശയിലെയും ഐക്യരച്ചിറയിലെയും ഇടവക്കാരായ സകല മാപ്പിളമാരും വരുന്നുണ്ട്. പള്ളിക്കകത്ത് മൊത്തം അവരാ. നമ്മുടെ ഇടവക്കാരെല്ലാം പുറത്ത് പന്തലില്ല. ഇന്ന് എന്തായാലും നീ ഒന്ന് വാ പെണ്ണേ, അച്ഛനെ കൊണ്ട് നിൻ്റെ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിപ്പിക്കണം, ആലീസ് മകളെ നിർബന്ധിച്ചു. പിന്നെ ഞാനങ്ങുമില്ല. അഹങ്കാരം പറയാതെ കുഞ്ഞെ, കർത്താവ് പൊറുക്കുകയില്ല. ഇത്രയും ദിവസം നേർച്ച സാധനങ്ങൾ പോലും തികയാത്തത്ര തിരക്കായിരുന്നു. തോമസ് മകളെ ഗുണദോഷിച്ചുകൊണ്ട് തുടർന്നു. ഓരോ ദിവസവും ഓരോ ബേക്കറി പലഹാരമായിരുന്നു നേർച്ച. അച്ചപ്പം, കുഴലപ്പം, വട്ടയപ്പം, ഉണ്ണിയപ്പം, അവലോസുണ്ട, ബിസ്ക്കറ്റ്, റൊട്ടി, കപ്പ് കേക്ക്, അങ്ങനെ 8 ദിവസം. എല്ലാവരും കൊണ്ടുചെല്ലുന്നതെല്ലാം അൾത്താരയ്ക്ക് മുന്നിൽ വെച്ച കൊട്ടയിലിടും. പ്രാർത്ഥനയ്ക്കിടയിൽ അച്ഛൻ ആനാമെള്ളം തെളിച്ച് വിശുദ്ധീകരിക്കും. ഒടുവിൽ അത് നേർച്ചയായെടുത്ത് വിളമ്പും. എത്ര കൊട്ട നിറഞ്ഞാലും വിളമ്പി വരുമ്പം തികയില്ല. അത്ര ആൾത്തിരക്കാണ്. സമാപന ദിവസമായ ഇന്ന് എല്ലാവരും സ്വന്തം കൈകൊണ്ട് വീട്ടിലുണ്ടാക്കിക്കൊണ്ടുവരുന്ന പൊതിച്ചോറാണ് നേർച്ച. നോമ്പായതുകൊണ്ട് ഇറച്ചി മീനുമൊന്നും പറ്റുകയില്ലെന്ന് അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ചാച്ചനും അമ്മയും എത്ര നിർബന്ധിച്ചിട്ടും ജിൻസി അന്നും പള്ളിയിൽ പോയില്ല. തെക്കുപുറത്തേക്ക് തിരിച്ചു വെച്ച കോളാമ്പിയിലൂടെ പള്ളിയിലെ പാട്ടും പ്രാർത്ഥനയും അവളുടെ കാതിൽ ഉരുകിയൊലിച്ചു. നൊവേന കഴിഞ്ഞ് അവർ വരുന്നതുവരെ അവൾ ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. പള്ളിയിൽ നിന്ന് വന്നിട്ടും അവർക്ക് അന്ന് നടന്ന അത്ഭുതങ്ങളെയും രോഗശാന്തിയെയും പറ്റി പറഞ്ഞ് നേരം വിളിപ്പിക്കാനുള്ള പ്ലാനാണെന്ന് തോന്നിയ ജിൻസി ഉറക്കത്തിലേക്ക് വഴുതിപ്പോയി. പിറ്റേന്ന് കാലത്ത് പള്ളിയും പരിസരവും വൃത്തിയാക്കാൻ 2 പേര് വരണമെന്ന് കപ്പ്യാർ വറീതട്ടൻ വിളിച്ചു പറയുമ്പോൾ ചാച്ചൻ മൈക്കാട് പണിക്ക് പോയിരുന്നു. 2 പേർക്കുള്ള പണിയുണ്ടെന്ന് പ്രത്യേകം പറഞ്ഞതിനാലും മറ്റാരെയും കിട്ടാഞ്ഞതിനാലും
ജിൻസിക്ക് അമ്മച്ചിയെ സഹായിക്കാൻ കൂടെ പോകേണ്ടി വന്നു. ആലീസും ജിൻസിയും അവിടെ ചെല്ലുമ്പോൾ തലേന്നത്തെ നൊവേനയ്ക്ക് മിച്ചം വന്ന നേർച്ച പൊതികൾ സിമിത്തേരിക്ക് സമീപത്തെ വേസ്റ്റ് കുഴിയിലിട്ടത് പട്ടിയും പൂച്ചയും വലിച്ചുകൊണ്ട് നടക്കുന്നു. അഴിഞ്ഞുപോയ പൊതികളിൽ നിന്ന് തെറിച്ചുപോയ വറ്റുകൾ കാക്കയും കോഴിയും കൊത്തിപ്പെറുക്കുന്നു. പള്ളിപ്പറമ്പും പരിസരവും ആകെ മെനകെട്ട് കിടന്നു. വളിച്ചു തുടങ്ങിയ പൊതിച്ചോറുകളിൽ അവിഞ്ഞ മണം കാറ്റിനോട് എന്തൊക്കെയോ എണ്ണിപ്പാടിക്കൊണ്ടിരുന്നു. എത്ര പൊതിഞ്ഞു വെച്ചാലും ചിലതെല്ലാം അളിഞ്ഞു പൊട്ടി പുറത്തു വരുമല്ലോ എന്നൊരു വിചാരം ജിൻസിക്കുള്ളിൽ കുമിഞ്ഞു. നീ ആ ചായപ്പിന്ന് തൂമ്പായും ചൂലുമിങ് എടുത്തു, അടിച്ചുകൂട്ടി ഈ കുഴിയിലിട്ട് തന്നെ കത്തിക്കാം. അമ്മച്ചി പറഞ്ഞത് കേട്ടാണ് ജിൻസി തൊട്ടപ്പുറം പള്ളിമേടയ്ക്ക് പിന്നിലെ ചായപ്പിലേക്ക് പോയത്. ചെല്ലുമ്പോൾ പള്ളിമേടയുടെ ജനാലക്കരിയിൽ വരാന്തയിൽ ചുമരും ചാരിയിരിപ്പുണ്ട് മത്തമ്പി. മത്തായിച്ചോ എന്ന് വിളിക്കാനാഞ്ഞ അവളെ മുമ്പ് അവൾ ചെയ്തതുപോലെ തന്നെ വലത് കൈയിൽ ചൂണ്ടുവിരൽ ചുണ്ടിൽ ചേർത്ത് മത്തമ്പി മിണ്ടരുതെന്ന് വിലക്കി. വാത്സല്യപൂർവ്വം അയാൾ അവളെ പിടിച്ചടുത്തിരുത്തി. അച്ഛൻ്റെ മുറിയിൽ ആരോ സംസാരിക്കുന്നുണ്ട്. എന്നാലും അത്രയും പൊതിച്ചോറങ്ങനെ മിച്ചം വന്നെന്നാണ് ഞാൻ ഓർക്കുന്നത്. ശബ്ദത്തിനുടമ ആദർശാണെന്ന് ജിൻസി തിരിച്ചറിഞ്ഞു. എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നേർച്ചയാണെങ്കിലും പെരേൻ്റെയും പറയേൻ്റെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊതിച്ചോറ് നീയൊന്നും കൊണ്ടുപോയില്ല. അത് തന്നെ കാര്യം. അച്ഛൻ കൈ കഴുകി. അച്ഛാ, അത് പിന്നെ കൊട്ടയെ കൊണ്ട് ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അവരുടേതേതാ നമ്മുടേതേതാന്ന് എങ്ങനെ അറിയും? എടുത്തുകൊണ്ട് പോയാൽ തന്നെ അതുങ്ങൾ വീട്ടിൽ വെച്ചുണ്ടാക്കിക്കൊണ്ട് വന്നത് എങ്ങനെ കഴിക്കും? അതുകൊണ്ടാണ് നമ്മൾ കൊണ്ടുവന്നത് പോലും തിരിച്ചെടുക്കാതെ പോയെ. ആദർശ് ധർമ്മസങ്കടത്തിൻ്റെ പൊതി കഴിച്ചു. കഴിക്കാൻ ആര് പറഞ്ഞു? നിനക്കൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ട് കളയായിരുന്നല്ലോ. അച്ഛന് ദേഷ്യം വന്നു. അതും ശരിയാ. 8 ദിവസവും ബേക്കറി പലഹാരം നേർച്ചയായിരുന്നപ്പോൾ തികയാതെ വന്നു. 9ൻ്റെ അന്ന് പൊതിച്ചോറ് നേർച്ച മാത്രം മിച്ചം വന്നെന്ന് പറഞ്ഞാൽ അതിലൊരു കുഴപ്പം ചീഞ്ഞു നാറുന്നത് അവർക്കും മണക്കുകയല്ലേ? അതാ ഞാൻ ഒടുവിലെ ആശീർവാദത്തിൽ അങ്ങനെ പറഞ്ഞത്. തലേന്ന് രാത്രിയിലെ സമാപന സന്ദേശത്തിലെ അച്ഛൻ്റെ വാക്കുകൾ ജിൻസിക്ക് ഉള്ളിൽ തികട്ടി. കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കിയ കർത്താവിൻ്റെ കരങ്ങൾ, അഞ്ചപ്പം കൊണ്ട് 5000 ഊട്ടി അവിടുത്തെ കരുണയുടെ അത്ഭുതം, ഇതാ ഇന്ന് രാത്രികാലം അടിയങ്ങളുടെ ഇടയിൽ അടയാളമാക്കിയ കർത്താവെ അങ്ങേ സ്തുതിക്കുന്നു. കഴിഞ്ഞ 8 രാത്രികളിലും തികയാതെ വന്ന നേർച്ച വസ്തുക്കൾക്ക് പകരമായി ഇന്നേ ദിവസം നമ്മളെ നിറച്ചൂട്ടി ഇനിയും മിച്ചമാകുവാൻ തക്കവണ്ണം നമ്മുടെ നേർച്ചക്കൂട്ടകൾ നിറച്ച അവിടുത്തെ മഹത്വത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും സമാധാനത്തിൽ പോകുവിൻ. ചങ്ക് പൊട്ടിപ്പോകുന്ന പോലൊരു നിലവിളി അവളുടെ നെഞ്ചിൽ കുരുങ്ങി. ഏങ്ങലടിച്ചുകൊണ്ട് അവൾ കറുപ്പനപ്പച്ചൻ മുതൽ തങ്ങളുടെ കുടുംബത്തിലെ പരേതരെ അടക്കിയ കുഴിമാടത്തിങ്കിലേക്ക് ഓടി. അവൾ ഓടി വരുന്ന ഒച്ച കേട്ട് അവിടെ നിന്ന് ഒരു കറുത്ത പട്ടി സെമിത്തേരിയിൽ നിന്ന് പുറത്തേക്ക് കുതിച്ചു. കുഴിമാടത്തിൻ്റെ തലയ്ക്കൽ പട്ടി ഇട്ടിട്ട് പോയ പൊതിച്ചോറ് പിതാക്കന്മാരുടെ ചാവുകൾക്ക് ദാഹം വെച്ചതുപോലെ തൂശനിലയിൽ തുറന്നിരുന്നു. അവൾ ആ കുഴിമാടത്തിൻ്റെ കാച്ചോട്ടിൽ മുട്ടുകുത്തി കരഞ്ഞു. എൻ്റെ കുഞ്ഞിൻ്റെ മേത്ത് പിന്നെയും പിശാച് കയറിയോ കർത്താവെന്ന് ഇതെല്ലാം കണ്ട ആലീസ് അലമുറയിട്ടു. വല്ലച്ചാതിയെല്ലാം അടിച്ചുകൂട്ടി തീയിട്ട് മകളെയും കൂട്ടി അവർ വീട്ടിലേക്ക് നടന്നു. എങ്കടകർമ്മോ കൈപ്പറ്റണേട്ടോ എൻ്റെ അപ്പനപ്പൂപ്പന്മാരെ. പള്ളിപ്പറമ്പിൽ എവിടെയോ നിന്നുള്ള മത്തമ്പിയുടെ പാട്ട് അവരെ വീട്ടിൽ കൊണ്ടാക്കി. ചെന്നപാടെ കയറിക്കിടന്ന ജിൻസി എപ്പോഴോ ഉറങ്ങിപ്പോയി. കട്ടിലാരോ പിടിച്ചു കുലുക്കുന്ന സെക്കൻഡുകൾ മാത്രം നീണ്ട സ്വപ്നമാണ് അവളെ ഉണർത്തിയത്. നേരോ കനവോ എന്നുറപ്പിക്കും മുൻപ് പള്ളിമുറ്റത്തെന്തോ തല്ലിയലച്ച് വീഴുന്ന വലിയ ഒച്ച കേട്ടു. ചാച്ചനും അമ്മയും ജോബിച്ചനും പിന്നാലെ അവളും പുറത്തിറങ്ങി. നേരം പുലർന്നു വരുന്നതേയുള്ളൂ. നിർത്താതെ മുഴങ്ങിയ മണിയച്ചയ്ക്കൊപ്പം ആ ഗ്രാമം പള്ളിമുറ്റത്തൊരു പുരുഷാരമായി രൂപം കൊണ്ടു. പള്ളിയുടെ കയറിലുള്ള മത്തമ്പിയുടെ ആയം അപായമുഴക്കമായി നാട്ടുകാരെ വിളിച്ചു കൂട്ടിക്കൊണ്ടിരുന്നു. പള്ളിമേടയുടെ വരാന്തയിൽ മത്തമ്പി ഇരിക്കാറുള്ള കോണിൽ വെട്ടിവിയർത്ത് ചുവരും ചാരിയിരിക്കുന്നു കുന്നംപറമ്പിലച്ഛൻ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചെങ്കളത്തറപ്പള്ളി ഇടിഞ്ഞു വീണ് നിലത്തേക്ക് മുട്ടുകുത്തി മണ്ണിൽ മുഖം പൊത്തിക്കിടന്നു. പള്ളി ഇടിഞ്ഞു വീണതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ആളുകൾ തമ്മിൽ തർക്കമായി. പുലർച്ചെ ഉണ്ടായ നേരിയ ഭൂചലനമാണ് കാരണമെന്നായിരുന്നു ഒരു കൂട്ടരുടെ വാദം. അടുത്തുള്ള ചില വീടുകളുടെ ഭിത്തികളിലുണ്ടായ വിള്ളലും വെളുപ്പാങ്കാലത്ത് അടുക്കളയിൽ പാത്രങ്ങൾ കിലുങ്ങുന്നത് കേട്ടവരുടെയും കട്ടിൽ കുലുങ്ങിയതായി തോന്നിയവരുടെയും ഒക്കെ അനുഭവ സാക്ഷ്യങ്ങളും അവർ തെളിവായി നിരത്തി. നേരിയ ഒരു ഭൂചലനത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തണ്ണീർത്തടങ്ങളും വെള്ളക്കെട്ടുകളും മൂടിക്കൊണ്ടുള്ള അശാസ്ത്രീയ നിർമ്മാണം ഏൽപ്പിച്ച പാരിസ്ഥിതിക ആഘാതമാണ് പള്ളിയുടെ തകർച്ചയ്ക്ക് പിന്നിലെന്നായിരുന്നു പരിസ്ഥിതിവാദികളായ മറ്റൊരു കൂട്ടരുടെ വാദം. സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടർ കൂടുതൽ പഠനങ്ങൾക്കായി വിദഗ്ധരെ അയക്കുന്നതിന് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടു. നിങ്ങളീ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു. ലൂക്ക 21:6. മണിയടിച്ച് തളർന്ന മത്തമ്പി വിളിച്ചു പറയുന്നത് ആരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. കറുപ്പനപ്പച്ചൻ്റെ കുഴിമാടത്തിൽ നിന്ന് അങ്ങേര് ആദ്യ മൂലക്കട്ട കുത്തിവെച്ച പള്ളിപ്പറമ്പിൻ്റെ വടക്ക് കിഴക്കേ മൂല വരെ ഭൂമി വിണ്ടുകീറി വാ പൊളിച്ചു കിടക്കുന്നത് എല്ലാവരും കണ്ടെങ്കിലും കറുത്തുകുറുകിയ ഒരു വയസ്സൻ കട്ടച്ചേറിൻ്റെ നിറമുള്ള കച്ചത്തോർത്തും ചുറ്റി കട്ടപ്പാരയും തോളിൽ വെച്ച് വന്ന് മൂലക്കട്ടയും തിരിച്ചെടുത്ത് നടന്നു പോകുന്ന സ്വപ്നം തലേന്ന് രാത്രിയിൽ ജിൻസിയല്ലാതെ ആരും കണ്ടിരുന്നില്ല. അവളുടെ ഉള്ളിൽ ആ സ്വപ്നത്തിൻ്റെ ചുരുളുകൾ നിവരാൻ തുടങ്ങി. നന്ദി.
കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം കഥോത്സവം. റേഡിയോ മലയാളം കഥോത്സവത്തിൽ പ്രശസ്ത കഥാകൃത്ത് ഹരിദാസ് കരിവെള്ളൂരിന്റെ കഥ കേൾക്കാം. സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ ഹരിദാസ് കരിവെള്ളൂർ. എൻ്റെ പകർപ്പവകാശം എന്ന കഥ. ചില മനുഷ്യർ ഈജിപ്തിലെ പഴയ ക്ലോക്കുകളെ പോലെയാണ്. കാലത്തിൻ്റെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ പൊടുന്നനെ അവ നിന്നു പോകുന്നു. പിന്നീട് ആര് ശ്രമിച്ചാലും ആ ക്ലോക്കുകൾ പ്രവർത്തിക്കുകയില്ല. കടമ്മനിട്ട എന്ന മനുഷ്യൻ ഓർമ്മയിലേക്ക് കവിത ചൊല്ലി കയറുമ്പോഴൊക്കെ എനിക്കങ്ങനെ തോന്നാറുണ്ട്. കടമ്മനിട്ട അയാളുടെ വിളിപ്പേര്, യഥാർത്ഥ പേരെന്തെന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ നാട്ടിൽ EMSഉം AKGയും ഒക്കെ മഹത്വത്തിൻ്റെ പരിവേഷമില്ലാതെ വെറും ഇനീഷ്യലുകളുടെ കൈകോർക്കലുകളായി മാറിക്കഴിഞ്ഞതിനാൽ കടമ്മനിട്ട ഒരത്ഭുതമൊന്നുമല്ലായിരുന്നു. എന്നാൽ ആ മനുഷ്യൻ രൂപത്തിലും കവിത ചൊല്ലുന്ന തൊണ്ടയുടെ മുഴക്കത്തിലും കവി കടമ്മനിട്ട രാമകൃഷ്ണനെ അനുസ്മരിപ്പിച്ചു. ഞങ്ങളുടെ കലാസമിതിയുടെ ബിൽഡിങ്ങിൽ തന്നെ ഒരു ഗ്രന്ഥശാലയും പ്രവർത്തിച്ചിരുന്നു. ഏട്ടനായിരുന്നു ലൈബ്രറിയൻ. ഒരു സന്ധ്യാസമയത്ത് ഏട്ടൻ പുസ്തകങ്ങൾ ചേർത്തുകൊണ്ടിരിക്കെ ലെഡ്ജറിൽ വീണ നിഴലിന് കവി കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ രൂപം കൈവന്നപ്പോൾ ആദരവോടെ ഏട്ടൻ എഴുന്നേറ്റു. ദൈവമേ, കടമ്മനിട്ട ഇവിടെ! ആ മനുഷ്യൻ കവിയുടെ കടമ്മനിട്ടയുടെ പ്രകൃതത്തിൽ നിന്ന് വിഭിന്നമായി അപേക്ഷാഭാവത്തിൽ പറഞ്ഞു, ഞാനിവിടെ കൽപ്പനയിൽ പണിയെടുക്കുന്നയാളാ, ഇവിടെ മെമ്പറാവാൻ വന്നതാ. ഏട്ടൻ ഏറെ മിഴിച്ചിരുന്നു പോയി. രൂപത്തിലും ശബ്ദത്തിലും കവിയെ അനുസ്മരിപ്പിക്കുന്ന ഇയാൾ ഒരു കൽപ്പനയിലെ തൊഴിലാളി. അതൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു ഏട്ടന്. അത്താഴത്തിനിരിക്കുമ്പോൾ ഏട്ടൻ ആ സംഭവം പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു. അല്പസ്വല്പം കവിതയെഴുത്തിൻ്റെ അസുഖം ഏട്ടനുമുണ്ടായിരുന്നു. സ്വതവേ അല്പം സ്ത്രൈണമായ തൻ്റെ സ്വരം കവിത ചൊല്ലലിന് അനുയോജ്യമല്ലെന്ന് തോന്നിയിരുന്നു. സായാഹ്നങ്ങളിൽ കടമ്മനിട്ടയും ചുള്ളിക്കാടുമൊക്കെ കേരളത്തിലെ തെരുവുകളിൽ ഘനഗംഭീരമായി കവിയരങ്ങുകൾ നടത്തുന്ന അക്കാലത്ത് തൻ്റെ പതിഞ്ഞ മട്ടിലുള്ള കവിതകളുടെ പേരിൽ ഏട്ടൻ ലജ്ജിച്ചു. വളരെ വളരെ നിർബന്ധിച്ചാൽ മാത്രം തൊട്ടടുത്ത് മറ്റാരും കേൾക്കാനില്ലെന്ന് ഉറപ്പുവരുത്തി ഒരു പ്രേമലേഖനം വായിക്കുന്നത് പോലെ മൃദുവായ സ്വരത്തിൽ ഏട്ടൻ കവിത വായിക്കും. നേരിയൊരു വിറയൽ ആ സമയം ഏട്ടനിൽ പടരും. വിയർപ്പ് കവിതാലാപനത്തിന് ശേഷം ആ ശരീരത്തിലൂടെ ഇഴഞ്ഞു നടക്കും. സ്വകാര്യമായ ഒരു ആനന്ദം ഒപ്പിമാറ്റുന്ന വിയർപ്പിനിടയിലും ആ മുഖത്ത് കാണും. എന്തുകൊണ്ടാണ് ഏട്ടൻ ഇങ്ങനെ ലജ്ജിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. കവിതയെഴുത്തൊരു പ്രണയാനുഭവമാണെന്ന് ഏട്ടൻ വിചാരിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ പ്രണയാനുഭവം മൈക്കിലൂടെ തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ ചൊല്ലുന്നതിൽ അദ്ദേഹം ലജ്ജിച്ചു. കൽപ്പനയിൽ കല്ലുവെട്ട് തൊഴിലാളിയായ ആ മനുഷ്യൻ ഞങ്ങളുടെ ഗ്രന്ഥശാലയിൽ അംഗമായതിൻ്റെ അടുത്തയാഴ്ച കടമ്മനിട്ടയുടെ കവിതകൾ സായാഹ്നങ്ങളിൽ ഏതെങ്കിലും പൊതുപരിപാടിക്കിടയിൽ ചൊല്ലാൻ തുടങ്ങി. അയാൾ ലൈബ്രറിയിൽ നിന്ന് കടമ്മനിട്ട കവിതകൾ എന്ന ഗ്രന്ഥം എടുത്തിരുന്നു. അയാൾ ഗ്രന്ഥശാലയിൽ നിന്നെടുത്ത ഏക പുസ്തകവും അതുതന്നെ. ആ കൃതി അയാൾ ഒരിക്കലും ലൈബ്രറിയിലേക്ക് മടക്കിയതുമില്ല. അയാളുടെ പുരുഷത്വം നിറഞ്ഞ സ്വരത്തിൽ ആ കവിതകൾ ഉച്ചഭാഷിണിയിൽ നിന്ന് സ്വതന്ത്രമായി. നിങ്ങളെൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നു, നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നു, നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുന്നു. കവി ചൊല്ലുന്ന അതേ സ്വരത്തിൽ അതേ രൂപമുള്ള ഈ മനുഷ്യൻ കവിത ചൊല്ലുന്നത് കണ്ട് ഞങ്ങളിലാരോ അയാളെ വിളിച്ചു കടമ്മനിട്ട. സാംസ്കാരിക സദസ്സിലും കലാപരിപാടികളിലും കടമ്മനിട്ട എന്ന ഈ മനുഷ്യൻ്റെ കവിത ചൊല്ലൽ ഒരു സ്ഥിരം പരിപാടിയായി. അതുവരെ കടലകുറിച്ചും കറങ്ങി നടന്നും വെറുമൊരു സാധാരണ ജീവിതം നയിച്ച ഇയാൾ കവിത ചൊല്ലുമ്പോൾ മാത്രം അലൗകികമായ ഒരു തലത്തിലേക്ക് ഉയരുന്നതായി ഞങ്ങൾക്ക് തോന്നി. ആ സമയം ആ മുഖവും കണ്ണുകളും ചുണ്ടുകളും ചൂണ്ടുവിരലും ശരീരവും താളമടിക്കുന്ന കൈത്തലവും അയാളൊരു വെളിച്ചപ്പാടിൻ്റെ രൂപത്തിലേക്ക് ഒടിവിദ്യ പോലെ മാറ്റിത്തീർക്കും. നേരത്തെ നടന്നുപോയ നിസ്സാരനായ ഒരുത്തൻ്റെ തലത്തിൽ നിന്നും തികച്ചും ഗൗരവമുള്ള ഒരു വ്യക്തിത്വത്തിലേക്ക് അയാൾ നടന്നു കയറുന്നത് നാട്ടിൽ ചർച്ചയായി. നിങ്ങൾക്ക് കടമ്മനിട്ട കവിതകൾ ചൊല്ലുമ്പോൾ എന്താ ഇത്ര ആവേശം? ഏട്ടൻ ഒരിക്കൽ അയാളോട് ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാണെന്ന് അയാൾക്ക് തന്നെ പറയുവാൻ കഴിഞ്ഞില്ല. പറയാനുള്ള ശ്രമത്തിനിടയിൽ അയാളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. ഞങ്ങളുടെയൊക്കെ ജീവിതമല്ലേ മാഷേ ആ കവിതകളിൽ. ഏട്ടൻ കൂടുതലൊന്നും ചോദിച്ചില്ല. പാറ പൊട്ടിക്കുന്ന കരുത്തനായ ഈ മനുഷ്യൻ ഒരു ശിശുവിനെ പോലെ നിഷ്കളങ്കമായി തന്നെ നോക്കി നിൽക്കുന്നത് ഏട്ടൻ ശ്രദ്ധിച്ചു. തകർന്നു തുടങ്ങിയ ഒരു വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രവർത്തകരിൽ ഒരാളാണ് അയാളെന്ന ശ്രുതിയും ഏട്ടന് ചെവിയിലെത്തിയിരുന്നു.
വയനാട്ടിലെ താവളത്തിൽ നിന്ന് പോലീസിൻ്റെ കണ്ണിൽപ്പെടാതെ ഓടിപ്പോവുകയായിരുന്നത്രേ അയാൾ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം കഥോത്സവം. റേഡിയോ മലയാളം കഥോത്സവത്തിൽ അനാർക്കലി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം. കഥയുടെ പേര് നൈസർഗികതയുടെ ആരാധകൻ. ഞാനൊരു ശരാശരിക്കാരിയാണ്. കാഴ്ചയിലും കാഴ്ചപ്പാടിലും പഠിപ്പിലും എല്ലാം ശരാശരിക്ക് മുകളിൽ പോകാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഒരിക്കലും പോയില്ല. താഴെ വീണതുമില്ല. ശരാശരിയിൽ തന്നെ തങ്ങി നിന്നു. എൻ്റെ കാമുകൻ ചന്ദ്രമൗലി സുമുഖനായിരുന്നു. അതിനപ്പുറം സെക്സിയായിരുന്നു. എണ്ണകിനിയുന്ന തലമുടി, മെഴുമെഴുപ്പുള്ള മുഖം, ഈർപ്പം മാറാത്ത ചുണ്ടുകൾ, ചിരിക്കുമ്പോൾ തെളിയുന്ന ഉളിപ്പല്ലുകൾ, വെളിച്ചമുള്ള കണ്ണുകൾ, ഞരമ്പു മുറുകി രോമം തിങ്ങുന്ന കൈത്തണ്ടകൾ. എനിക്ക് അതൊക്കെ മതിയായിരുന്നു അയാൾ സെക്സിയാവാൻ. നൈസർഗികതയുടെ ആരാധകനായ അവന് കാടായിരുന്നു ഇഷ്ടപ്പെട്ട ഇടം. ഞങ്ങളുടെ പങ്കുവയ്ക്കലിനെ അവൻ മധുവിധു എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. മഴയിൽ, വേനലിൽ, ഇളം തണുപ്പിൽ, മഞ്ഞിൽ, പൂക്കാലത്തിൽ, അങ്ങനെ ഋതുക്കൾ മാറി മാറി ഞങ്ങൾ കാടേറി. ഓരോ സമാഗമത്തിലും മരച്ചുവടുകൾ മാറി. പച്ചപ്പുകൾക്കിടയിലൂടെ മനോഹരമായി നുഴഞ്ഞു കയറാനും ഊർന്നിറങ്ങാനും കാട്ടുപൂച്ചയെപ്പോലെ സമർത്ഥനായിരുന്നു ചന്ദ്രമൗലി. അവൻ്റെ ഓരോ ചലനവും സിംഹത്തിൻ്റേതുപോലെ ഉഗ്രനുമായിരുന്നു. കാട്ടുകോഴികളെ കെണിവച്ച് പിടിക്കുക മൗലിയുടെ പ്രിയപ്പെട്ട വിനോദമായിരുന്നു. കോഴികൾ ഇരിക്കുന്ന പൊന്തക്കാടുകൾ മൗലി ഒന്ന് ഇളക്കി മറിക്കും. പുറത്ത് ചാടുന്ന അവറ്റകളെ തളരും വരെ ഓടിക്കും. ഓടി ഓടി തളർന്ന കോഴികൾ ഒടുവിൽ വലക്കിണിയിൽപ്പെടും. അന്നൊക്കെ എനിക്കത് എന്ത് രസം പിടിക്കുന്ന കാഴ്ചയായിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ ഏതെങ്കിലും കല്ലിടുക്കിലിട്ട് കെണിയിറച്ചി പാകം ചെയ്ത് തിന്നും. മൗലി പാകം ചെയ്തെടുക്കുന്ന കെണിയിറച്ചിക്ക് വല്ലാത്ത രുചിയാണ്. ഞാനത് പറയുമ്പോൾ മൗലി പറയും, അതാണ് പ്രകൃതിയുടെ രുചി. ഉളിപ്പല്ലുകൾ കാണും വിധമുള്ള അവൻ്റെ ചിരി അന്നേരം എന്നെ മയക്കും. ഒരാഴ്ചയിൽ കൂടുതൽ മൗലിയെ കാണാതെയോ വിളിക്കാതെയോ ഇരുന്നാൽ എൻ്റെ മനസ്സാകെ ദുർബലപ്പെടും. ശരീരം വിറയ്ക്കും. ആ വീർപ്പുമുട്ടൽ സമനില തെറ്റിക്കും. 4 വർഷത്തെ ഞങ്ങളുടെ പരിചയത്തിനിടയിൽ വിരളമായേ അത്തരം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുള്ളെങ്കിൽ പോലും ഒരു ക്യാമറാമാനായ മൗലിയുടെ ജോലിയുടെ സ്വഭാവം കൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചതെങ്കിൽ പോലും കൃഷി ഓഫീസിൽ ക്ലർക്കായ എനിക്ക് അവിടെ കാര്യമായ ജോലിയൊന്നും ഉണ്ടാകാറില്ല. ഉച്ചതിരിഞ്ഞ് 3 മണിയാകുമ്പോഴേ ഓഫീസിലെല്ലാം കെട്ടിപ്പൂട്ടും. ആരും 5 മണിയാകാനൊന്നും കാത്തിരിക്കില്ല. ഞാനും അതെ. ഓഫീസിൽ നിന്നും 3/4 മണിക്കൂർ യാത്രയുണ്ട് വീട്ടിലേക്ക്. 6 മണിക്ക് വീട്ടിലേക്ക് തിരിക്കൂ. അതുവരെ ഓഫീസിൽ നിന്ന് ഏതാണ്ട് 300 മീറ്റർ അകലെയുള്ള പിസ്സ ഹട്ടിൽ പോയി മൗലിയോട് വർത്തമാനം പറഞ്ഞിരിക്കും. പറഞ്ഞാലും തീരാത്ത അത്ര വിശേഷങ്ങളുണ്ടാവും ദിവസവും ഞങ്ങൾക്ക്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു കാർഷിക പദ്ധതിയിൽ പ്രോജക്റ്റ് ഇൻവെസ്റ്റിഗേറ്ററായ തൻ്റെ സുഹൃത്ത് മിഥുനൊപ്പം ഓഫീസിൽ വന്നപ്പോഴാണ് ഞാൻ ആദ്യമായി മൗലിയെ കാണുന്നത്. ആദ്യമായിട്ടാണ് പകിട്ടുള്ള 2 പേർ ഓഫീസിൽ വരുന്നത്. ദിനം പ്രതി കാണുന്നത് ഒടിഞ്ഞു തൂങ്ങി ഭവ്യതയോടെ നിൽക്കുന്ന കുറേ കർഷകരെയാണ്. ക്യാമറയും തൂക്കിയുള്ള മൗലിയുടെ നിൽപ്പ് കണ്ടാൽ ആരും ഒന്ന് ശ്രദ്ധിക്കും. ത്രേസ്യാമ്മ സാറിനെയും വിജയൻ സാറിനെയും സമീപിച്ച മിഥുനെയും മൗലിയെയും പതിവ് പോലെ ഇരുകൂട്ടരും കൈയൊഴിഞ്ഞ് എൻ്റെ അടുക്കലേക്ക് വിടുകയായിരുന്നു. ജൂനിയർ ക്ലർക്കായതു കാരണം ഫയലുകൾ പൊടിതട്ടിയെടുത്ത് ഓരോന്ന് കണ്ടെടുക്കുന്നത് പോലുള്ള പണികളൊക്കെ എൻ്റെ തലയിലായിരുന്നു. ഞാൻ അവരെ എൻ്റെ മുമ്പിലുള്ള കസേരകളിൽ ഇരിക്കാൻ ക്ഷണിച്ചു. ചായ വരുത്തിച്ചു കൊടുത്തു. അവർ ആവശ്യപ്പെട്ട പ്രകാരം തരിശുപാടങ്ങളുടെ കണക്ക് അനക്കാതെയും വെളിച്ചമെത്താതെയും ഓഫീസ് മൂലയിലെ അലമാര അടുക്കിൽ അമർന്നിരുന്ന ഫയൽക്കെട്ടുകളിൽ നിന്നും തിരഞ്ഞു പിടിച്ച് ഫോട്ടോകോപ്പി എടുക്കാൻ നൽകി. അപ്പോഴേക്കും ഓഫീസ് സമയം കഴിഞ്ഞിരുന്നു. പോകാൻ നേരം മിഥുൻ പറഞ്ഞു, നന്ദി മേഡം.
മാഡം ആത്മാർത്ഥമായി ശ്രമിച്ചതുകൊണ്ടാണ് ഈ വിവരം ഞങ്ങൾക്ക് പെട്ടെന്ന് ലഭ്യമായത്. ഞാൻ ചിരിച്ചു. മൗലിയും എൻ്റെ നേർക്കൊരു ഹൃദ്യമായ നോട്ടമെത്തിച്ച് ചിരിച്ചു. നാളെ രാവിലെ ഞങ്ങൾ വന്നാൽ ഇവിടെ അടുത്ത് കിട്ടുന്ന കുറച്ച് സൈറ്റുകളിൽ പോകാൻ മാഡത്തിൻ്റെ സഹായം ഉണ്ടാകുമോ? മൗലി ചോദിച്ചു. ഉച്ച കഴിഞ്ഞ് നോക്കാം, ഞാൻ ഉറപ്പു നൽകി. മധ്യാഹ്നമായപ്പോഴേ അവർ കാറുമായി വന്നു. കൃഷി ഓഫീസറുടെ അനുവാദം വാങ്ങി ഞാൻ അവർക്കൊപ്പം ചെന്നു. മിഥുൻ പറഞ്ഞതനുസരിച്ച് മൗലി തരിശിടങ്ങളുടെ ചിത്രങ്ങൾ പകർത്തി. ഞാൻ വെള്ളം കയറിക്കിടന്ന പാടത്തൂടെ വള്ളത്തിൽ ചുറ്റിത്തിരിഞ്ഞു. പാടത്തിനു നടുവിൽ കുളിർക്കാറ്റുണ്ടാവും, കൊറ്റികളും, മൗലി വരമ്പിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങേ പാടത്തു നിന്നും കൂട്ടമായി പറന്നു പൊങ്ങിയ വെള്ളക്കൊറ്റികൾ, വെള്ളക്കെട്ടിനെ തൊട്ടുരുമ്മുന്ന മൃദുവെയിൽ, പൂത്തുലഞ്ഞൊഴുകുന്ന ജലപ്പൂക്കൾ, ജലത്തണുപ്പിൻ്റെ സ്വച്ഛത. എതിർവരമ്പത്തു വെയിൽനാളം തൊട്ട മുഖത്തോടെ എന്നെ പകർത്തുന്ന മൗലി. ആ നിമിഷങ്ങൾ, ഓ, അതൊരു പ്രണയസ്ഫുരണമായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് അവർ ഓഫീസിൽ വന്നപ്പോൾ മൗലിയുടെ കയ്യിൽ അന്നു പകർത്തിയ എൻ്റെ ചിത്രവും ഉണ്ടായിരുന്നു. പകുതി വെയിലിൽ അലിഞ്ഞ മുഖത്തേക്ക് നേർത്ത സിന്ദൂര ചുകപ്പിൻ്റെ നിഴൽ വീണ മനോഹാരിത. ആഹാ, എന്തു ഭംഗിയാണിതിലെനിക്ക്! എൻ്റെ ചിത്രത്തിലേക്ക് നോക്കി ഞാൻ അറിയാതെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മിടുക്കനായ ആ ഫോട്ടോഗ്രാഫറുടെ ആരാധികയായത്. ഓഫീസിൽ വന്നു പോകുമ്പോഴൊക്കെ മിഥുനും മൗലിയും എൻ്റെ സഹായങ്ങൾക്ക് നന്ദി പറയുകയും പെരുമാറ്റത്തെ പ്രശംസിക്കുകയും ചെയ്തു. ഞാനാണെങ്കിലോ ആയിടെയായി അവരെ പ്രതീക്ഷിച്ചാണ് വെടിപ്പായി ഒരുങ്ങുന്നതും ഓഫീസിൽ സമയത്ത് എത്തുന്നതും 5 മണിവരെ അവിടെ ഇരിക്കുന്നതും സ്ഫുടവും സംക്ഷിപ്തവുമായി സംസാരിക്കുന്നതും. അവരുടെ പ്രശംസ എന്നെ മറ്റാരോ ആക്കി, പ്രത്യേകിച്ച് മൗലിയുടെ. മാഡം വിളി ഒഴിവാക്കി സൗമിത എന്ന് വിളിച്ചോളാൻ ഞാൻ പറഞ്ഞ വൈകുന്നേരമാണ് മൗലി എന്നെ ആദ്യമായി ചായയ്ക്ക് ക്ഷണിച്ചത്. ഒരുമിച്ചുള്ള ഏതാനും സായാഹ്നങ്ങൾക്കു ശേഷമാണ് ഞാനും മൗലിയും പിസ്സ ഹട്ടിൽ സ്ഥിരം കൂടിക്കാഴ്ചക്കാർ ആയത്. അതിനുശേഷമാണ് ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്രകൾ തുടങ്ങിയത്. ആ യാത്രയ്ക്കിടെയാണ് ഞാനയാളിൽ സുരക്ഷിതത്വം അനുഭവിച്ചത്. ആ യാത്രയ്ക്കിടെയാണ് ചുറ്റുവട്ടത്തോടുള്ള മിതവും മാന്യവുമായ അയാളുടെ പെരുമാറ്റത്തെ അടുത്തറിഞ്ഞത്. അതിൽ ഞാൻ അയാളോട് അസൂയപ്പെട്ടത്. അങ്ങനെയുള്ള യാത്രകൾക്കിടെയാണ് ഒരിക്കൽ ഉൾക്കാട്ടിലെ ഇലപ്പടർപ്പുകൾക്കിടയിൽ വച്ച് നട്ടുച്ചയ്ക്ക് കാട്ടരുവിൽ നിന്നൊരു കുളി കഴിഞ്ഞു വന്ന് ഞങ്ങൾ ശരീരം കൈമാറിയത്. അതിനുശേഷമാണ് മൗലി എനിക്കൊരു ലഹരിയായി മാറിയത്. ഞാൻ അവനോട് വല്ലാതെ വിധേയപ്പെട്ടത്. പൗഡറിൻ്റെയോ പെർഫ്യൂമിൻ്റെയോ ഗന്ധം മൗലി ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതെല്ലാം കൃത്രിമമാണ്. സ്വാഭാവിക ഗന്ധം, അതാണ് സൗന്ദര്യം, അവൻ പറയും. എൻ്റെ ദേഹം മുഴുവൻ വെപ്രാളത്തിൽ മണത്തു നോക്കുമ്പോൾ ഞാൻ കളിയാക്കും, നീ ഒരു ഓമന നായ്ക്കുട്ടിയെ പോലെയാണ്. ഇപ്പോൾ ഞാൻ നായ്ക്കുട്ടിയാണ്, പിന്നെ പിന്നെ സിംഹമാകും. പതിയെ പതിയെ അവന് വേഗവും ക്രൗര്യവും കൈവരും. അപ്പോഴേക്കും എൻ്റെ കണ്ണിമകൾ അടഞ്ഞ് പരിസരബോധം അകന്നിരിക്കും. ഞാനൊരിക്കലും ഒരു കാട്ടുപോത്താവില്ല. അപ്പോൾ അവൻ എൻ്റെ ചെവിയിൽ മന്ത്രിക്കും. കാട്ടുപോത്തിനെന്താ? അതിൻ്റെ ഇറച്ചിക്ക് രുചിയുണ്ട്, പക്ഷേ അറപ്പുണ്ടാക്കുന്ന മണവും സ്വഭാവവുമാണ്. വിളറി പിടിച്ച് ഓടിക്കൊണ്ടേയിരിക്കും, ഒട്ടും തൃപ്തിയില്ലാതെ. കാട്ടിൽ മൗലി വെറുക്കുന്ന ഏക ജീവി അതാണ്. അങ്ങനെ ഇരിക്കവേ കാട്ടിലെ ഞങ്ങളുടെ ഒരു ദിനം, നേർത്ത മഴയ്ക്ക് ശേഷമുള്ളൊരു തെളിഞ്ഞ രാത്രി. സുഖകരമായൊരു മൈഥുനത്തിനു ശേഷം ഞങ്ങൾ തീ കാഞ്ഞിരിക്കുമ്പോൾ ഞാൻ മൗലിയോട് പറഞ്ഞു, നമുക്ക് പച്ചപ്പിനു നടുവിൽ ഭംഗിയുള്ളൊരു കുഞ്ഞു വീടൊരുക്കാം. എന്നിട്ടതിൽ ഞാനും മൗലിയും നമുക്ക് പിറക്കുന്ന ഉണ്ണികളുമായി ഒരുപാട് നാൾ ജീവിക്കാം. മൗലി കുറച്ചു നേരം എൻ്റെ കണ്ണിലേക്ക് നോക്കി ഉളിപ്പല്ലുകൾ കാട്ടി ചിരിച്ചിരുന്നു. വീട്ടിൽ എൻ്റെ വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ സമയമായിരുന്നു. ചേച്ചിയുടെ വിവാഹത്തിൻ്റെ സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർന്ന് അച്ഛനും അമ്മയും സ്വസ്ഥമായ സമയം. 5 വർഷത്തെ എൻ്റെ ക്ലറിക്കൽ ഉദ്യോഗം കൊണ്ട് നേടിയ നേരിയ ബാങ്ക് ബാലൻസ്, 4 വർഷമെത്തിയ പ്രണയം. ഒരു അവിവാഹിതയ്ക്ക് വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാൻ ഇതിലും കൂടുതൽ എന്തു വേണം? സൗമിത, പ്രണയത്തെ കുടുംബമെന്ന കൊളുത്തിൽ തൂക്കിക്കൊല്ലണോ? മൗലി ചോദിച്ചു. നമുക്ക് വിവാഹാനന്തര ജീവസുറ്റ പ്രണയത്തിൽ ജീവിക്കാം, ഞാൻ പറഞ്ഞു. സൗമിത, പരസ്പരം ഡിമാൻഡുകളില്ലാതെ ജീവിക്കണം. അത് പ്രണയത്തിൽ, സൗഹൃദത്തിൽ മാത്രമേ സംഭവിക്കൂ. ഈ കാട് ഒന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല. മരങ്ങളോട് പൂക്കാനോ കായിടാനോ പറയുന്നില്ല. അരുവികളോട് ഒഴുകാനോ മൃഗങ്ങളോട് വരാനോ പറയുന്നില്ല.
എന്നിട്ടും അതെല്ലാം ഇവിടെ സംഭവിക്കുന്നു സ്വാഭാവികമായി. ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇവിടെ കാട് നശിക്കില്ലേ? ഞാൻ ചോദിച്ചു. നശിക്കും. അപ്പോഴേക്കും അതും സ്വാഭാവികമാണല്ലോ. പ്രണയവും അതെ. മൗലി എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കിങ്ങനെ പ്രണയിച്ച് ജീവിക്കാം. പ്രണയം നഷ്ടപ്പെടുന്നൊരു ദിവസം പുതുവഴികൾ തേടിപ്പോകാം. ജീവിതമില്ലാത്തൊരു ജീവിതമാണ് മൗലി ഉദ്ദേശിക്കുന്നതല്ലേ? സൗമിത, എനിക്ക് ജീവിതം ഒരു മുൻവിധിയല്ല. പ്രവചനങ്ങളും നിഗമനങ്ങളും അസാധ്യമായതെന്തോ അതാണ് ജീവിതം. പിന്നെ മൗലി എന്തിനാണ് നല്ല വാക്കുകൾ പറഞ്ഞ് എന്നെ കൂട്ടിയത്? നീ നല്ലത് പ്രവർത്തിച്ചതിനാൽ നല്ല വാക്ക് പറഞ്ഞു. ഞാൻ വിളിച്ചു, നീ വന്നു. ഞാൻ ഒപ്പം കൂടാൻ നിർബന്ധിച്ചില്ല, നീ ഒപ്പം വരില്ലെന്നും നിർബന്ധം പിടിച്ചില്ല. നിനക്ക് ഞാൻ ശരീരം മാത്രമാണ് അല്ലേ? സൗമിത, ശരീരവും ഒരു അന്വേഷണമാണ്. എനിക്ക് അങ്ങനെയല്ല. അത് നിന്റെ കാഴ്ചപ്പാട്. നീ ചതിയനാണ്. നീ എന്നെയും ഞാൻ നിന്നെയും ആസ്വദിച്ചു. അതിലെവിടെ ചതി? മൗലി എൻ്റെ തോളിൽ തട്ടി. ഞാൻ കൈ തട്ടിമാറ്റി വെപ്രാളത്തോടെ അയാളുടെ ദേഹം മുഴുവൻ മണത്തു. ഓ, എന്തൊരു നാറ്റം! കാട്ടുപോത്തിനെ പോലെ അറപ്പിക്കുന്ന മുഷിട്. ഞാൻ കാറിത്തുപ്പി. വേഗം ആ മണം വിട്ടോടി. അതിനുശേഷമാണ് ഞാൻ എന്നെ സ്നേഹിക്കാൻ പഠിച്ചത്. റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം.